പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. നമ്മളിന്ന് നമുക്കറിയാം പുതിയൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിനുള്ള അത് പ്രധാനപ്പെട്ട വളരെ ഗൗരവമാർന്ന ഒരു വിഷയം, അതിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിനാവശ്യമായ കൃപകളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി, കർത്താവ് പഠിപ്പിക്കുന്നവ നമുക്ക് ബോധ്യമാകാൻ വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, മനുഷ്യാവതാരം ചെയ്ത വചനമാകുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഓരോ താളുകളിലും നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ ശക്തമായ സാന്നിധ്യത്തെ ഞങ്ങൾ ഓർക്കുന്നു. വിശുദ്ധ ഗ്രന്ഥകാരന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ശക്തമായ ദൈവനിവേശനം വഴി ഞങ്ങളോട് അരുൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആധാരമാണ് എന്ന് ഞങ്ങൾക്കറിയാം. പരിശുദ്ധ സഭ സ്വീകരിച്ചിരിക്കുന്ന ദൈവിക രഹസ്യങ്ങളുടെ ഭണ്ഡാരം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞങ്ങൾക്ക് ദൃശ്യമാണ്. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് കർത്താവായ മിശിഹായെയാണ് എന്ന് ഞങ്ങൾക്കറിയാം. നല്ല ഈശോയെ, അങ്ങയെ കൂടുതൽ കണ്ടുമുട്ടാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വെളിപാട് പുസ്തകത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥവും ആഴവും പരിശുദ്ധ സഭയുടെ പ്രബോധനത്തിൽ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണമേ. പരിശുദ്ധ മാതാവേ അമ്മ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മള് പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ്ട് 4 വർഷത്തോളമായിട്ട് നമ്മൾ വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ പഠിക്കുന്നതിനകത്ത് ആ പ്രമാണരേഖകളുടെ ചില പ്രായോഗിക ആപ്ലിക്കേഷൻസിലേക്കും കൂടെ നമ്മൾ അല്പമൊക്കെ ഒന്ന് കയറി ഇറങ്ങിപ്പോകാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ദൈവവർബം എന്ന ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ദൈവവചനത്തെക്കുറിച്ചുള്ള പരിശുദ്ധ സഭയുടെ ആധികാരികമായ പ്രബോധനം, സഭ എന്താണ് വിശ്വസിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പ്രബോധനം നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി ദൈവവചനത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദൈവവചനം എന്താണ്, എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടത് എന്നുകൂടെ പറഞ്ഞു പോവുക എന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യം നമുക്കതിനെ പ്രായോഗികമാക്കാൻ പറ്റുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഇന്ന് മുതൽ വരുന്ന ഒരു 3-4 ആഴ്ചകൾ കൊണ്ട് ചെയ്യണം എന്നത് ആഗ്രഹിക്കുന്ന കാര്യം വെളിപാട് പുസ്തകത്തെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. വെളിപാട് ഗ്രന്ഥം അത് ഒരുപക്ഷെ ക്രൈസ്തവ ലോകത്തിൽ മാത്രമല്ല, ക്രൈസ്തവ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയിൽ വിശ്വസിക്കുന്ന ആളുകളെ പൊതുവിലാണ് ക്രൈസ്തവ ലോകം എന്ന് വിളിച്ചത്. ക്രൈസ്തവ ലോകത്തിൽ മാത്രമല്ല, അതിന് പുറത്തുള്ള അക്രൈസ്തവ മേഖലകളിലുമൊക്കെ പല വിധത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് വെളിപാട് ഗ്രന്ഥം. അനേകം കത്തോലിക്ക വിശ്വാസികളെ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളിലേക്ക് ചേക്കേറാൻ ഇടയാക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അഥവാ അവർ ഉപയോഗിച്ചിട്ടുള്ള ഗ്രന്ഥം വെളിപാട് പുസ്തകമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വെളിപാട് പുസ്തകമാണ് ഈ സെക്റ്റുകൾക്ക്, ഈ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം. ബാക്കി അതിനകത്ത് മറ്റു പുസ്തകങ്ങളിലൊക്കെ എഴുതിയേക്കുന്ന, സുവിശേഷം എഴുതിയേക്കുന്ന അവരത്ര കാര്യമാക്കിയില്ലേലും വെളിപാട് പുസ്തകത്തിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പഠിപ്പിക്കും നമ്മൾ കാണും. അതിനകത്തുനിന്ന് പല ഭാഗങ്ങളും പെറുക്കിയെടുത്ത് ആളുകളെ ഭയപ്പെടുത്തുന്നതോ ചില പ്രത്യേക വിധത്തിൽ വിശ്വാസത്തെ അവതരിപ്പിക്കുന്നതോ ഒക്കെ നമ്മൾ ധാരാളമായി കാണും. വെളിപാട് പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വെളിപാട് പുസ്തകത്തെ മനസ്സിലാക്കൽ. 2 തരത്തിലാണ് പൊതുവിൽ കാണാറുള്ളത്. പൊതുവിൽ നമ്മുടെയൊക്കെ സഭയിലെ പ്രബോധനങ്ങൾക്കകത്തൊക്കെ ചിലപ്പം അച്ഛന്മാര് പ്രസംഗിക്കുന്ന ഇടയ്ക്കൊക്കെ വെളിപാട് പുസ്തകത്തെ ചിലപ്പോൾ ഇങ്ങനെ മാറ്റി നിർത്താറുണ്ട്. പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തെക്കുറിച്ചൊന്നും പറയാതെ അത് അങ്ങ് അവഗണിക്കപ്പെട്ടതുപോലെ കിടക്കാറുണ്ട്. എന്നാൽ ഈ പറഞ്ഞ സെക്റ്റുകളൊക്കെ ആണെങ്കിൽ ആ പുസ്തകം തന്നെ എടുത്തിട്ട് പഠിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് നമ്മൾ കാണും. ഇനി മറുവശത്ത് വെളിപാട് ഗ്രന്ഥത്തെ വളരെ എന്താ പറയാ, ശരിയല്ലാത്ത വിധത്തിൽ, വഴിതെറ്റിക്കുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കുന്നതും നമ്മൾ ധാരാളമായി കാണാറുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഈ വെളിപാട് ഗ്രന്ഥത്തെ കാണേണ്ടത്, എന്താണ് ശരിക്കും അതിനകത്തുള്ളത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, പെട്ടെന്ന് ചുമ്മാ ഒരു വായിച്ചു പോകുന്ന ഒരാൾ എന്ന് വെച്ചാൽ ഒരു പരിശുദ്ധ സഭയുടെ പ്രബോധനത്തിന്റെ പശ്ചാത്തലമോ സഭാത്മക ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളോ ഒന്നും ഇല്ലാതെ വെറുതെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകളിലൂടെ ചുമ്മാ ഇങ്ങനെ കടന്നു പോകുന്ന ഒരാൾ വെളിപാട് പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ വല്ലാതെ അത്ഭുതപ്പെടും, ഭയപ്പെടും. എന്തോ അഭൗമികമായ മാന്ത്രികമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, ഭാവിയെക്കുറിച്ച് പറയുന്ന രഹസ്യങ്ങൾ ഇങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം എന്നാണ് ധാരാളം ആളുകൾ കരുതുന്നത്. വെളിപാട് പുസ്തകത്തോളം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ വേറെ ഇല്ല എന്ന് വേണം പറയാൻ.
ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പുസ്തകങ്ങളൊന്നാണ് വെളിപാട് പുസ്തകം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ വെളിപാട് ഗ്രന്ഥത്തെ എങ്ങനെ കാണണം, എന്താണ് ശരിക്കും അതിനകത്തുള്ളത്, വെളിപാട് ഗ്രന്ഥത്തിന്റെ ഉദ്ദേശം എന്താണ്, വെളിപാട് പുസ്തകത്തിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ എന്തിനെക്കുറിച്ചാണ്, അതിൽ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ, അടയാളങ്ങൾ, അതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്, നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം മാത്രമേ ഉള്ളൂ അതിനകത്ത്, അതോ അതിനപ്പുറത്ത് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ക്ലാസ്സുകളിലൂടെ പറയേണ്ടത്. അപ്പൊ ആദ്യം അതിന്റെ കുറച്ച് ആമുഖം കാര്യങ്ങളൊക്കെ പറയണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിപാട് പുസ്തകത്തിനകത്തുള്ള ചില ടെക്സ്റ്റുകൾ എടുത്തിട്ട് നമുക്ക് പറയണം. അങ്ങനെ ഒരു 4 ആഴ്ച കൊണ്ട് വെളിപാട് ഗ്രന്ഥം എന്താണ് ഉൾക്കൊള്ളുന്നത്, എന്താണ് അതിന്റെ കണ്ടന്റ് എന്നതിനെ കുറിച്ചൊരു ഒരു ഏകദേശ ധാരണ നമുക്കുണ്ടാകാം. എന്ന് വെച്ചാൽ നമ്മളെ ആരും പെട്ടെന്ന് വഴിതെറ്റിക്കാതിരിക്കാൻ പറ്റുന്നിടത്തോളം, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏത് തരത്തിലുള്ള ഒരു രചനാ രീതിയാണത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം നമുക്ക് വെളിപാട് പുസ്തകത്തെ മനസ്സിലാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യവും. അടിസ്ഥാനപരമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാട് പുസ്തകത്തെ എങ്ങനെയാണ് വായിക്കേണ്ടത്, വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് ഈ വെളിപാട് പുസ്തകത്തിന്റെ സ്ഥാനം എന്താണ് എന്ന് തുടങ്ങുന്ന വിവരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പറഞ്ഞു തുടങ്ങേണ്ടത് എങ്ങനെയാണ്, വെളിപാട് പുസ്തകം അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു പോകുമ്പം അതിനകത്ത് നമുക്ക് സാധാരണ നമ്മൾ കണ്ടിട്ടില്ലാത്തതുമായ തരത്തിലുള്ള പല അവതരണങ്ങൾ, പറക്കുന്ന പർവ്വതങ്ങളെ കുറിച്ചുള്ള, ഭീകരജീവികളെ കുറിച്ച്, സത്വങ്ങൾ, കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം, അതിങ്ങനെ ഇങ്ങനെ കടൽ വലിച്ചെറിയുന്നു, നക്ഷത്രങ്ങൾ ഉടയാടിയാക്കിയ സ്ത്രീയെക്കുറിച്ച്, ഇങ്ങനെ തുടങ്ങി ഒരു പ്രത്യേക തരത്തിലുള്ള സംഭാഷണമാണ്, രചനയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ വെളിപാട് പുസ്തകത്തിനുള്ളത്. നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പം നമുക്ക് സംസാരിച്ച് തുടങ്ങേണ്ടത്, ആദ്യം നമുക്ക് പറയേണ്ടത് ഈ വെളിപാട് പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം നമുക്ക് സംസാരിക്കാം. വെളിപാട് പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താണ്? പല ആളുകളും കരുതുന്നത് ഭാവി പ്രവചനത്തിന്റെ ഒരു പുസ്തകമാണ് എന്നാണ്. ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന, ഭാവിയിൽ വരാനിരിക്കുന്ന ചില അപകടങ്ങളോ അത്ഭുതകരമായ സംഭവങ്ങളോ ഒക്കെ രഹസ്യത്തിൽ കോഡ് ഭാഷയിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണത്. ഇതിനെ ഡീകോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെയാണ് ആളുകൾ പലപ്പോഴും വെളിപാട് പുസ്തകത്തെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത്. നമുക്ക് ആ വാക്കിനെ തൊട്ട് തുടങ്ങാം. വെളിപാട് അപ്പോകാലിപ്സിസ് എന്നാണ് അതിന്റെ ഗ്രീക്ക് പദം. അതിനെയാണ് വെളിപാട് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് തത്തുല്യമായ ലത്തീൻ പദമാണ് റെവലാരെ എന്ന് പറയുന്ന പദം. ഈ റെവലാരയുടെ സമാനമായ ഗ്രീക്ക് ഭാഷയിലെ പദമാണ് ഈ അപ്പോകാലിപ്സിസ്. എന്താണ് ഈ റെവലാരെ എന്ന് പറഞ്ഞാൽ? അതിൽ നിന്നാണ് ഇംഗ്ലീഷിലെ റെവലേഷൻ വരുന്നത്. നമ്മൾ ബുക്ക് ഓഫ് റെവലേഷൻ എന്ന് വിളിക്കും. റെവലേഷൻ വരുന്നത്, ഞാൻ ഈ വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ ചുമ്മാ കേട്ട് പോയാൽ മതി. ഈ വേളും എന്ന് പറഞ്ഞാൽ മൂടുപടം എന്നൊക്കെയാണ് അർത്ഥം. അതിൽ നിന്നാണ് സിസ്റ്റേഴ്സ് ധരിക്കുന്ന വെയിൽ ധരിക്കുന്നുണ്ടല്ലേ, അവർ തലയിൽ വെക്കുന്ന ആ സൂത്രത്തിന്റെ പേര് വെയിൽ എന്നാണ്. വെയിൽ എന്ന വാക്കൊക്കെ ഉണ്ടാകുന്ന വേളും എന്ന ആ വാക്കിൽ നിന്നാണ്. വേളും എന്ന് പറഞ്ഞാൽ മൂടുപടം എന്നാണ് അർത്ഥം. മൂടുപടം, മറയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ പഴയ നിയമത്തിലെ മോശ ധരിച്ചിരുന്ന മൂടുപടത്തെ കുറിച്ച് ഓർക്കുക. ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി, മോശയുടെ മുഖം വല്ലാതെ ഇങ്ങനെ ജ്വലിച്ചു, പ്രകാശഭരിതമായി, മുഖത്തേക്ക് നോക്കാൻ പോലും ആളുകൾക്ക് കഴിയാതെ വന്നു. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ മോശ മൂടുപടം ധരിച്ചാണ് നടന്നിരുന്ന, ആളുകളെ കണ്ടിരുന്നത്, അവരുടെ സമൂഹത്തിൽ ജീവിച്ചിരുന്നത് എന്ന് വിശുദ്ധ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് മൂടുപടം എന്ന് പറയുന്നത്. അതാണ് വേളും. ഇനി ബലാരെ എന്ന് പറഞ്ഞാലോ, മൂടുക എന്നാണ് അതിന്റെ അർത്ഥം. മൂടുക, മറച്ചു വെക്കുക എന്ന ക്രിയാപദമാണ്. ഇനി അതിലിപ്പത്തെ റേ ഇട്ടാലോ, റെവലാരെ എന്ന് പറഞ്ഞാലോ, മൂടി വെക്കുക എന്നാണ് വെലാരെ എന്ന് പറഞ്ഞാൽ എങ്കിൽ, റെവലാരെ എന്ന് പറഞ്ഞാൽ മൂടുപടം നീക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മൂടുപടം നീക്കുക എന്ന് പറഞ്ഞാൽ മൂടി വെച്ചേക്കുന്നത് ഇങ്ങനെ തുറക്കുക, തുറന്നു കാണിക്കുക, വ്യക്തമാക്കുക, മൂടുപടം അനാവരണം ചെയ്യുക, വെളിപ്പെടുത്തുക എന്ന് തുടങ്ങുന്ന അർത്ഥങ്ങളൊക്കെയാണ് ഈ റെവലാരെ എന്ന വാക്കിനുള്ളത്. റെവലേഷൻ എന്ന പദം ആണ് അതിന് തത്തുല്യമായി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഇനി അതിന്റെ ഗ്രീക്ക് പദമാണ് ഈ പറഞ്ഞ റെവലേഷൻ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ, റെവലാരെ എന്ന ലത്തീൻ ഇറ്റാലിയനും അങ്ങനെ ഉപയോഗിക്കും പദത്തിന്റെ ഗ്രീക്ക് പദമാണ് അപ്പോകാലിപ്സിസ്. ആ ഭാഷാ ശൈലി, ആ രചനാ ശൈലിയെ തന്നെ അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയും. വെളിപാടാത്മക എന്നൊക്കെ ആയിരിക്കും മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഭാഷാ ശൈലി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇനി എന്താണ് ഈ പറയുന്ന റെവലേഷൻ അഥവാ അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ? എന്താണ് ഈ മൂടുപടം നീക്കൽ അഥവാ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ,
ദൈവീക രഹസ്യങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്നതിനെ, അഥവാ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത രഹസ്യങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്നതിനെ തുറന്നു കാണിക്കുന്ന ഒരു പുസ്തകം എന്നാണ് നമ്മൾ സാധാരണഗതി, പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ ഇതിനെ കണക്കാക്കുന്നത് ലോകാവസാനത്തെ കുറിച്ചുള്ളൊരു പുസ്തകമാണെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്, അല്ലെ? പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ എപ്പോഴും ലോകാവസാനത്തിന്റെ നാള് കുറിക്കാനും അതിനെക്കുറിച്ച് വിശദീകരണം കൊടുക്കാനും ഒക്കെ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ വെളിപാട് പുസ്തകമാണ്. അപ്പൊ അവർ ധരിക്കുന്നത് ലോകാവസാനം വരാൻ പോകുന്ന ഏറ്റവും ഭീതികരമായ കാര്യം അതിനെ കുറിച്ചുള്ള, ലോകാവസാനത്തെ കുറിച്ച്, ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച്, കർത്താവ് രണ്ടാം വരവിനെ കുറിച്ചൊക്കെയുള്ള രഹസ്യങ്ങൾ കോഡ് ഭാഷയിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതൊരു മാന്ത്രിക പുസ്തകം പോലത്തെ ഒരു പുസ്തകമാണ് എന്നാണ് പൊതുവിൽ ഈ സാധാരണ ആളുകൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ സെക്റ്റുകളും പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളും ഒക്കെ ഇതിനെ മനസ്സിലാക്കുന്നതും അവതരിപ്പിക്കുന്നതും ആ അർത്ഥത്തിലാണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ അഥവാ അപ്പോകാലിപ്സിസ് റെവലേഷൻ എന്ന് പറഞ്ഞാൽ? അതിനർത്ഥം ഈ പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന ഭീകരതകൾ ഒളിച്ചു വെച്ചിരിക്കുന്നു എന്നൊന്നും അതിന്റെ അർത്ഥം. പകരം സാധാരണ റെവലേഷൻ എന്നുള്ള അർത്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥം മുഴുവനും റെവലേഷനാണ്. വിശുദ്ധ ഗ്രന്ഥം മുഴുവനും അപ്പോകാലിപ്റ്റിക്കലാണ്, അതായത് വെളിപാടാണ്, ദൈവിക വെളിപാടാണ്. എന്താണ് അതിന്റെ അർത്ഥം? ദൈവം തന്നെ അവതരിപ്പിക്കുന്നതിനെയാണ് വെളിപാട് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ ഈ ദൈവരൂപം ആരംഭിക്കുമ്പോൾ മുതൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് അത്. ദൈവം തന്നെ അവതരിപ്പിക്കുന്നു, ദൈവം തന്നെ ആവിഷ്കരിക്കുന്നു, തന്നെ വ്യക്തമാക്കുന്നു. താൻ ആരാണ്, തന്റെ ഹിതം എന്താണ്, ദൈവം യഥാർത്ഥത്തിൽ എന്താണ്, ആരാണ് എന്നതൊക്കെ ദൈവം മനുഷ്യന് മുൻപിൽ തുറന്നു വെക്കുന്നതിനെയാണ് വെളിപാട് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ എന്താണ് ശരിക്കും വെളിപാട്? എന്താണ് ഈ റെവലേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. റെവലേഷൻ എന്തെങ്കിലും ഒരു സാധനമല്ല, ദൈവം നമ്മളോട് പറഞ്ഞ കുറച്ച് വാക്കുകളല്ല, ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കുറച്ച് ആശയങ്ങളല്ല. പകരം വെളിപാട് എന്ന് പറയുന്നത് മിശിഹ തന്നെയാണ്. കർത്താവായ മിശിഹ തന്നെയാണ് വെളിപാട്. എന്ന് വെച്ചാൽ ദൈവം തന്നെ മനുഷ്യവംശത്തിന് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയത് മിശിഹായിലാണ്. അഥവാ കർത്താവായ ഈശോ മിശിഹ അവിടുത്തെ പൂർണ്ണതയിലാണ്, അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും ഉൾപ്പെടുന്ന, വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഉൾപ്പെടുന്ന പൂർണ്ണതയിലാണ് മനുഷ്യനായി അവതരിക്കുന്നത്, നമുക്ക് വെളിപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഈശോ മിശിഹ അതിന്റെ സമ്പൂർണതയിൽ, അവിടുത്തെ പൂർണ്ണതയിൽ, അവിടുത്തെ വാക്കുകളിലും പ്രവൃത്തികളിലും മനുഷ്യാവതാരം ചെയ്ത ഈശോ മിശിഹ എന്ന ദൈവിക വ്യക്തിയിൽ വെളിപാട് പൂർണ്ണമാണ്. അപ്പൊ വെളിപാട് ശരിക്കും എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ റെവലേഷൻ ശരിക്കും എന്താണെന്ന് ചോദിച്ചാൽ അത് ഈശോ മിശിഹായാണ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ പൊതുവിൽ ആരും അങ്ങനെ എടുത്തു പറയാത്ത, നമ്മളൊരു സാധാരണ പുസ്തകങ്ങളൊന്നും അങ്ങനെ കാണില്ലാത്തൊരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ബുക്ക് ഓഫ് റെവലേഷൻ എന്ന് പറഞ്ഞാൽ അത് വരാനിരിക്കുന്ന കുറെ കാര്യങ്ങളുടെ വെളിപാട് എന്നല്ല, കർത്താവായ മിശിഹായെ വെളിപ്പെടുത്തുന്നു എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. കർത്താവായ മിശിഹായെ വെളിപ്പെടുത്തുന്നു. രണ്ട് തരങ്ങളിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട്. എങ്ങനെ? ഒന്ന്, ഈ ആദിമസഭയോട് കൂടെ വസിച്ച മിശിഹായെ വെളിപ്പെടുത്തുന്നു. ഇനി ഈ മതപ്രചരണത്തിന്റെ ഒക്കെ കാലഘട്ടത്തിൽ അതിനുശേഷം ഈ രക്തസാക്ഷിത്വമൊക്കെ വരിക്കുന്നവർ കണ്ടുമുട്ടാനിരിക്കുന്ന ഉദ്ധിതനായ മിശിഹായെ വെളിപ്പെടുത്തുന്നു. സഭയിൽ കർത്താവായ മിശിഹ തന്റെ ഉത്ഥാനത്തിലൂടെ എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്നു. അതുകൊണ്ടാണ് സഭകൾക്ക് എഴുതിയ കത്തുകൾ എന്ന പോലെ സഭകൾക്ക് എഴുതിയ ഭാഗങ്ങൾ നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്നു. അപ്പം ദൈവിക വെളിപാടാണ് ശരിക്കും, അതിന്റെ ഒരു സംഗ്രഹമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കുറച്ചുകൂടെ യുഗാന്ത്യോന്മുഖമായ ഒരു ആവിഷ്കരണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെളിപാട് ഗ്രന്ഥം. അപ്പൊ വെളിപാട് ഗ്രന്ഥത്തിന്റെ ഫോക്കസ് കർത്താവായ മിശിഹായാണ്, ഉത്ഥാനം ചെയ്ത മിശിഹായാണ്, സ്വർഗാരോഹിതനായ ഈശോ മിശിഹായാണ്, രണ്ടാമത് വീണ്ടും നമ്മെ കണ്ടുമുട്ടാനിരിക്കുന്ന കർത്താവായ മിശിഹായാണ്, വിശ്വാസം ജീവിക്കുന്നവർക്ക് സ്വർഗരാജ്യം നൽകാനിരിക്കുന്ന കർത്താവായ മിശിഹായാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിപാട് പുസ്തകം, ബുക്ക് ഓഫ് റെവലേഷൻ എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹായെ കുറിച്ചുള്ള പ്രബോധനമാണ്. ഉദ്ധിതനായ കർത്താവിനെ കുറിച്ച്, വരാനിരിക്കുന്ന മിശിഹായെ കുറിച്ചുള്ള പ്രബോധനമാണ്. അപ്പൊ അങ്ങനെയാണ് സുവിശേഷത്തിൽ എന്താ ഉള്ളത്? ഇത് തന്നെയാണുള്ളത്. സുവിശേഷത്തിലുള്ളത് ഈശോ മിശിഹായെ കുറിച്ചുള്ള പ്രബോധനമാണ്. ഇനി സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്ന മിശിഹായുടെ മറ്റൊരു തരത്തിലുള്ള ആവിഷ്കാരമാണ്, അവതരണമാണ് വെളിപാട് പുസ്തകത്തിലുള്ളത്. അല്ലാതെ വരാനിരിക്കുന്ന ചില രഹസ്യങ്ങളല്ല. പകരം സുവിശേഷങ്ങൾ അറിയിച്ച, സുവിശേഷങ്ങളിലൂടെ വെളിപ്പെടുത്തിയ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ സഭ ജീവിക്കുന്നതായി കണ്ട സ്ലീഹന്മാർ, ലേഖനങ്ങളിലൂടെ പൗലോസ് സ്ലീഹായും മറ്റ് സ്ലീഹന്മാർ, യാക്കോബ് സ്ലീഹായും പത്രോസ് സ്ലീഹയൊക്കെ ഉൾപ്പെടെയുള്ള സ്ലീഹന്മാർ തങ്ങളുടെ കത്തുകളിലൂടെ വ്യാഖ്യാനിച്ച, സുവിശേഷത്തെ വ്യാഖ്യാനിച്ച് അവതരിപ്പിച്ച അതേ മിശിഹായെ തന്നെയാണ് വെളിപാട് പുസ്തകത്തിനകത്തും അവതരിപ്പിക്കുന്നത്. ഇനി നമുക്കിത് പെട്ടെന്ന് കാണുമ്പം ഇത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണല്ലോ ഇത് കാണുന്നത് എന്ന് നമുക്ക് തോന്നും. അതാണ് നമ്മളെ അമ്പരപ്പിക്കുകയും ഭയപ്പെടുത്തുകയും അസ്വസ്ഥരാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി അതെന്തുകൊണ്ടാണ്, എന്ത് കാരണത്താലാണ് ആ പുസ്തകങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്.
ഇനി ആദ്യം പറയേണ്ട കാര്യം എന്താണ്? ഈ വെളിപാട് പുസ്തകം സത്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ബാക്കി എല്ലാ പുസ്തകങ്ങളിൽ നിന്നും എൻറ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പുസ്തകം അല്ല. എന്ന് വെച്ചാൽ വെളിപാട് പുസ്തകം മറ്റെല്ലാ പുസ്തകങ്ങളിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ മറ്റൊരു പുസ്തകമല്ല എന്ന് പറയാൻ കാരണം, ഈ വെളിപാട് രചന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മുൻഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഈ വെളിപാട് പുസ്തകത്തിനകത്ത് എഴുതിയേക്കുന്ന അതേ ശൈലിയിലുള്ള അവതരണങ്ങൾ ധാരാളമായി അതിന് മുൻപേ ഉണ്ട്. ഞാൻ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരാം. എന്നിട്ട് സമയം കിട്ടുന്ന സമയത്ത് അത് വായിച്ചു നോക്കുക, നല്ലതായിരിക്കും. അതാണ് ചില ഭാഗങ്ങൾ പറയും. ഒന്നാമത്തേത് പുറപ്പാട് പുസ്തകത്തിനകത്ത് തന്നെ 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾക്കകത്ത് ഏതാണ്ട് ഈ വെളിപാട് പുസ്തകത്തിന് സമാനമായ അപ്പക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ നമ്മൾ കാണും. ഇനി വീണ്ടും ദാനിയേലിന്റെ പുസ്തകം അതിനകത്ത് ധാരാളമുണ്ട്. അതിനകത്ത് ഒരു 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ, 7 മുതൽ 12 ദാനിയേലിന്റെ അതിനകത്ത് ദാനിയേലിനുണ്ടാകുന്ന ദർശനങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു 7 to 12 അധ്യായങ്ങൾ മുഴുവനും ഈ വെളിപാട് പുസ്തകത്തിന് സമാനമായ രചനയാണ്. ഇനി അതുപോലെ സഖറിയയുടെ പുസ്തകത്തിനകത്ത് ആദ്യത്തെ 4 അധ്യായങ്ങൾ, 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ ഈ വെളിപാട് സ്വഭാവമുള്ള രചനകളാണ്. ഇനി ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 24 മുതൽ ഒരു 27 വരെയും പിന്നെ 65-ാമത്തെ അധ്യായവും ഒക്കെ വെളിപാട് സ്വഭാവമുള്ളതാണ്, വെളിപാട് രചനയുടെ സാമ്യമുള്ളതാണ്. ഈ ജെറമിയയുടെ പുസ്തകത്തിനകത്താണെങ്കിൽ 4-ാമത്തെ അധ്യായം നമുക്ക് ഏതാണ്ട് അതുപോലെ മനസ്സിലാക്കാൻ പറ്റും. ഇനി പ്രത്യേകിച്ച് എസെക്കിയേലിന്റെ പുസ്തകം ആദ്യത്തെ 3 അധ്യായങ്ങൾ ഈ വെളിപാട് രചന ആണ്. നിങ്ങൾക്ക് അത് വായിക്കുമ്പം വെളിപാട് പുസ്തകത്തെ പോലെ തന്നെ തോന്നും. അതുപോലെ 38 to 42 അങ്ങനെ തന്നെയാണ്. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ, ആദ്യത്തെ 3 അധ്യായങ്ങൾ ഇതുപോലെ തന്നെ വെളിപാട് രചനയാണ്. ഇങ്ങനെ ധാരാളമുണ്ട്. 400ഓളം ഇടങ്ങളിൽ ഈ വെളിപാട് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും ഒക്കെ ആയിട്ട് പഴയ നിയമത്തിനകത്തും ഒക്കെ നിറച്ചുണ്ട്. എന്ന് വെച്ചാൽ വെളിപാട് പുസ്തകം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഈ ഞാനിപ്പോ ഈ പറഞ്ഞ പോലത്തെ ഭാഗങ്ങളൊന്നും വേണ്ട വിധത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും ആളുകൾ പെട്ടെന്ന് വെളിപാട് പുസ്തകം എന്തോ ഒരു വ്യത്യസ്തമായ ഭീകര പുസ്തകമാണ് എന്ന് ധരിക്കുന്നത്. ഇനി എന്താണ് ഈ സാമ്യങ്ങൾ? നമ്മളിപ്പോ പറഞ്ഞതിനകത്തൊക്കെ നല്ല ശ്രദ്ധിച്ചാണ്. പുറപ്പാട് പുസ്തകം അങ്ങനെ കുറച്ചൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ബാക്കിയൊക്കെ ഈ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളാണ്. പ്രവാചക ഗ്രന്ഥങ്ങൾക്കകത്ത് അവർ നടത്തുന്ന പ്രവചനങ്ങളാണ് ഈ വെളിപാടിന് സമാനമായ വിധത്തിലുള്ളത്. ഏതാണ്ട് ഒരു BC ഒരു 200 മുതൽ AD 100 വരെ വെളിപാട് പുസ്തകം എഴുതുന്നത് വരെ ഉള്ള കാലഘട്ടങ്ങളിൽ ഈ പഴയ നിയമ ഗ്രന്ഥ രചനകൾ നടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിലും ഹെബ്രായ പശ്ചാത്തലത്തിലും ഒക്കെ അപ്പോക്കാലിപ്റ്റിക് രചനകൾ പോപ്പുലർ ആയിരുന്നു, ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് വെളിപാട് പുസ്തകം രചിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പുതിയൊരു ശൈലി എന്നതിനേക്കാൾ പഴയ നിയമത്തിനകത്തൊക്കെ നമ്മൾ കണ്ടുവരുന്ന ശൈലിയെ. എന്നാൽ ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രന്ഥം മുഴുവനും ആ ശൈലിയിലാണ്. വെളിപാട് പുസ്തകം മുഴുവനും ഈ അപ്പോക്കാലിപ്റ്റിക് രചന ശൈലിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ കാര്യം. ഇനി എന്തുകൊണ്ടായിരിക്കും വിശുദ്ധ യോഹന്നാൻ ഈ ഓദറിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഈ യോഹന്നാൻ എന്തുകൊണ്ടായിരിക്കും ഈ തരത്തിലൊരു രചന നടത്തിയത് എന്ന് വെച്ചാൽ, വിശുദ്ധ യോഹന്നാൻ തന്നെയാണ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കർത്താവ് എന്ന് നമുക്കറിയാം. ലേഖനങ്ങളുടെ കർത്താവും അദ്ദേഹം തന്നെയാണ്. ഇനി പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞോട്ടെ, വിശുദ്ധ യോഹന്നാൻ എന്ന് പറയുമ്പോൾ യോഹന്നാൻ നേരിട്ട് എഴുതിയതാവണമെന്ന് നിർബന്ധമില്ല. യോഹന്നാന്റെ സ്കൂൾ ഓഫ് ജോൺ എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ യോഹന്നാന്റെ ശിഷ്യഗണം, വിശുദ്ധ യോഹന്നാന്റെ പ്രബോധനങ്ങളെ നന്നായിട്ട് അറിയാവുന്ന, യോഹന്നാന്റെ കൂടെ പരിശീലിപ്പിക്കപ്പെട്ട, കൂടെ ജീവിക്കുന്ന സ്ക്രൈബ്സ് ആയിട്ടുള്ള, എഴുത്തുകാരായിട്ടുള്ള ശിഷ്യഗണമുണ്ട്. അവരുടെ പിൻഗാമികളോ ആയ ആരുമാകാം, അവരാരെഴുതിയതാണെങ്കിലും അത് യോഹന്നാന്റേത് തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൽ വിശുദ്ധ യോഹന്നാനിൽ നിന്ന് കേട്ടത്, അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ച് തന്നെ പറയുന്നത്, യോഹന്നാനിൽ നിന്ന് കേട്ടത്. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം, അപൂർവമെങ്കിലും പല വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാക്കളും അത് നമ്മൾ അറിയുന്ന 12 അപ്പോസ്തലന്മാരിൽ പെട്ട യോഹന്നാൻ ആയിരിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നവർ ധാരാളമുണ്ട്. പക്ഷെ അങ്ങനെ കരുതേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഒരു ലെറ്റർ സ്റ്റഡീസിന്റെ ഭാഗമാണ്. പക്ഷെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, യോഹന്നാൻ ശ്ലീഹ തന്നെ ഇരുന്ന് എഴുതൽ അത്ര പോസിബിൾ ആയിരിക്കും നിർബന്ധമില്ല. അതിന്റെ കുറെ ഭാഗങ്ങളെങ്കിലും അതെല്ലാ കാലത്തും അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങളാണെന്ന് വിചാരിച്ചു. ചില ഭാഗങ്ങൾ പൗലോസ് സ്വന്തം കൈപ്പടയിൽ എഴുതും. എന്നിട്ട് സ്വന്തം കൈപ്പടയിൽ എത്ര വലിയ അക്ഷരങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കൂ എന്നൊക്കെ കൂടെ അതിന്റെ കൂടുതൽ എഴുതിയേക്കും നമ്മൾ വായിച്ചിട്ടുണ്ടാവും.
അതുപോലെ ചില ഭാഗങ്ങൾ അവർ നേരിട്ട് എഴുതിയിട്ടുണ്ടാവും, ബാക്കി പറഞ്ഞു കൊടുത്ത് എഴുതിച്ചിട്ടുണ്ടാകും. കാരണം അന്നത്തെ കാലത്ത് എഴുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലേശകരമായ, ഒത്തിരി സമയം കൺസ്യൂം ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പം പല ആളുകൾ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതാത് ഭാഗങ്ങൾ ഓരോരുത്തർ എഴുതുന്ന രീതി ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവർ തന്നെ കൂടി ഇരുന്ന് എഴുതുന്ന രീതി ഉണ്ടായിരുന്നു. സ്ലീഹായുടെ മേൽനോട്ടത്തിലൊക്കെ സ്ലീഹ തന്നെയും ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതുന്ന ഭാഗങ്ങളും ഉണ്ടാവും. ഇങ്ങനെ ഒക്കെയാണ്. പക്ഷെ എങ്ങനെയായിരുന്നാലും അതെല്ലാം വിശുദ്ധ യോഹന്നാന്റേതാണ്. അതുകൊണ്ടാണ് ഞാൻ യോഹന്നാൻ എന്ന് അങ്ങ് പറയുന്നത്. ഈ വിശുദ്ധ യോഹന്നാൻ എന്തുകൊണ്ടാണ് മറ്റ് ഭാഗങ്ങളൊക്കെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നോക്കുക, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒഴുകുന്ന സുവിശേഷമാണ്. അതിൽ നിന്ന് എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള, മനുഷ്യന് വായിച്ചാൽ മനസ്സിലാവാത്ത പരുവത്തിൽ ഇത് എഴുതിയിരിക്കുന്നതിന്റെ കാരണം എന്താണ് എന്നാണ് നമ്മൾ ഈ ചോദിച്ചു വരുന്നത്. ഇതിന്റെ കാരണം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ഭാഷാശൈലി ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ എണ്ണി പറയാവുന്ന 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാരണം നമുക്ക് ന്യായമായി അനുമാനിക്കാവുന്ന ഒന്നാമത്തെ ഒരു കാരണം ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ രചന നടത്തുന്ന ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് ഏതാണ്ട് AD 90-100 കാലഘട്ടത്തിനകത്താണ് ഈ രചന നടക്കുന്നതെന്നാണ്. അപ്പൊ ആ കാലഘട്ടത്തിലെ സാമൂഹ്യ പശ്ചാത്തലം എന്തായിരുന്നു? ക്രൈസ്തവർ ജീവിച്ചിരുന്ന പശ്ചാത്തലം എന്തായിരുന്നു? തീവ്രമായ മതമർദ്ദനത്തിന്റെ കാലഘട്ടമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാനുണ്ട്. മതമർദ്ദനത്തിന്റെ കാലഘട്ടമാണ്. അപ്പൊ അങ്ങനത്തെ മതമർദ്ദനത്തിന്റെ കാലഘട്ടത്തിൽ ക്രൈസ്തവർ നോട്ടപ്പുള്ളികളാണ്. അവരെ കിട്ടുന്നിടത്തൊക്കെ പിടിച്ച് കൊല്ലുന്നു, അവരെ പുറത്താക്കുന്നു. ഒപ്പം സ്വാഭാവികമായും അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നു, അവരുടെ വിശുദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നു, അവരുടെ ഗ്രന്ഥങ്ങൾ നശിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു വിശ്വാസ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം അന്ന് അവർക്കറിയാമായിരുന്നു. അവരുടെ ഗ്രന്ഥങ്ങൾ ഉന്മൂലനം ചെയ്യുക, കത്തിച്ചു കളയുക എന്നുള്ളതാണ് എന്ന് അവർക്കറിയാം. പിന്നെ ഇവർ എന്തു വെച്ച് അത് പിന്തുടരും. അപ്പം അതുകൊണ്ട് ഈ ക്രൈസ്തവ ഗ്രന്ഥങ്ങൾ എപ്പോഴും ഈ രാജാക്കന്മാരുടെ, അവരുടെ സേവകരുടെ, അവരുടെയൊക്കെ അന്വേഷണ പാത്രമായിരുന്നു. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ എഴുതപ്പെടുന്ന ഒരു പുസ്തകം വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും, ഇനി മാത്രമല്ല അതിനകത്ത് പരാമർശിക്കുന്ന പല ആളുകളും മതമർദ്ദകരായ സാമ്രാജ്യത്വ ശക്തികളും രാജാക്കന്മാരും ഒക്കെയാണ്. അപ്പൊ രാജാവിനെതിരെ എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥം എന്ന കണ്ടാൽ പിന്നെ അത് എഴുതിയവനും ഉണ്ടാവില്ല, എഴുതിയ പുസ്തകങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ റീസൺ ആണ്. അതുകൊണ്ട് എന്ത് വിചാരിച്ചു, ഒരു പ്രതീകാത്മക ശൈലിയിൽ പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ചില അടയാളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഉപയോഗിച്ചുകൊണ്ട്, അവയെ കൂട്ടിയിണക്കിക്കൊണ്ടൊക്കെ രചന നടത്തുന്ന ഒരു ശൈലി വിശുദ്ധ ഗ്രന്ഥകാരൻ ഉപയോഗിച്ചു. അതാണ് നമുക്ക് ന്യായമായി അനുമാനിക്കാവുന്ന ഒരു കാരണം. എന്തുകൊണ്ട് ഈ ശൈലി തിരഞ്ഞെടുത്തു? യോഹന്നാൻ സുവിശേഷം എഴുതിയ പോലെ തന്നെ വെളിപാട് എഴുതിയ പോരെ എന്ന് ചോദിച്ചു. ഇനി രണ്ടാമത്തെ എന്താണ്? ഇതൊരു ദർശനമായിട്ടാണ് എഴുതുന്നത്. ഇനി അത് ദർശനമല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടും തീർത്ത് പറയാൻ പറ്റില്ല. ദർശനവും ദർശനാത്മക അവതരണവും അതിനകത്തുണ്ടാവും. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? യോഹന്നാൻ ലഭിക്കുന്ന ദർശനം, ആ ദർശനത്തിന്റെ അവതരണം രണ്ടും കൂടി ചേർന്നിട്ടാണ്. അപ്പം ഒരു സ്വപ്നത്തിൽ ഇരുന്ന് ഇങ്ങനെ എഴുതിയെന്ന് കരുതേണ്ടതില്ല. വിശുദ്ധ യോഹന്നാന് ആത്മാവിൽ അനുഭവിക്കാൻ കഴിഞ്ഞ, ആത്മാവിൽ കാണാൻ കഴിഞ്ഞ ചില കാര്യങ്ങൾ, അവയെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്വപ്നം എഴുതുന്ന പോലെ മാത്രമായിരിക്കണമെന്നില്ല, എന്നാൽ ചിലപ്പോഴത് സ്വപ്നം പോലെയൊക്കെ ആയിരിക്കാം. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? അത് വെറുതെ അർത്ഥരഹിതമായ ചുമ്മാ കാഴ്ചകളോ ദർശനങ്ങളോ സ്വപ്നങ്ങളോ അല്ല, പകരം സുവിശേഷ പ്രബോധനങ്ങളെ വിശദീകരിക്കുന്ന സ്വപ്നങ്ങളാണ്. സുവിശേഷത്തിന്റെ പ്രബോധനത്തെ, കർത്താവായ ഈശോ മിശിഹായുടെ പ്രബോധനത്തെ, അവിടുത്തെ വാഗ്ദാനത്തെ, സ്വർഗത്തെ, നിത്യരക്ഷയെ, നരകത്തെ എന്ന് തുടങ്ങുന്ന ഈശോയുടെ പ്രബോധനങ്ങളെയും ഉത്ഥാനാനന്തര ക്രൈസ്തവ ജീവിതത്തെയും വിശദീകരിക്കുന്ന ദർശനങ്ങളാണ് അവ. എന്ന് വെച്ചാൽ പഴയ നിയമ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടായിരുന്നത് പോലത്തെ ദർശനങ്ങൾ, സമാനമായ ദർശനങ്ങൾ. അപ്പം വെറുതെ ഒരു സ്വപ്നം കണ്ടെഴുതുന്നതല്ല, സുവിശേഷത്തെ, അതിന്റെ അനുഭവത്തെ ഒരു ദർശനം എന്നതുപോലെ പുനരനുഭവിക്കുന്ന, സുവിശേഷ അനുഭവത്തെ ഒരു ദർശനത്തിൽ എന്നതുപോലെ പുനരനുഭവിക്കുന്ന, വീണ്ടും അനുഭവിക്കുന്ന, എന്നിട്ട് അതിനെ പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന ഒരു രചനാശൈലിയാണ് അത്. അപ്പൊ അതുകൊണ്ട് അതിനെ അങ്ങനെ എഴുതാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കി, നമ്മളൊരു ഭയങ്കര സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഏത് തരത്തിലിരിക്കും? സ്വപ്നത്തിന് അർത്ഥം കഥയ്ക്കണ്ട, പക്ഷെ അത് ഒരു നോർമലായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവം പോലെ ആയിരിക്കും നമ്മുടെ ഒരു സ്വപ്നം. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കില്ല. നമ്മളൊരു എന്താ പറയാ, സ്വപ്നത്തിന്റെ പകുതി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത കഷ്ണം ചിലപ്പോൾ അമേരിക്കയിലോ ഒക്കെ ആയിരിക്കും. അവിടെ നമ്മൾ എഴുന്നേക്കുന്നത് കേരളത്തിലായിരിക്കും. ഇതേ തരത്തിലത് പോകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട് എന്നതുപോലത്തെയുള്ള ഒരു നല്ല ഉദാഹരണമൊന്നും അല്ലത്, എന്നാലും ഏതാണ്ട് അതുപോലത്തെ ഒരു അസ്വാഭാവികതകൾ, ഒരു പ്രത്യേകതര അവതരണം,
ഇത് എവിടെ നടക്കുന്ന? സ്വർഗത്തിലാണോ, ആകാശത്തിലാണോ, ഭൂമിയിലാണോ, ഇവിടെ നമ്മുടെ നാട്ടിലെ കാര്യമാണ് പറയുന്നത് എന്ന് പോലും നമുക്ക് വിവേചിച്ചറിയാൻ പറ്റാത്തതുപോലത്തെ ഒരു അവതരണം ഈ ദർശനങ്ങളുടെ സ്വഭാവമാണ് എന്നുള്ളത് കൊണ്ടും കൂടിയാണ് ഈ അപ്പോകാലിപ്റ്റിക് ശൈലിയിൽ ഈ രചന നടത്തുന്നത്. അപ്പൊ ഒന്നാമത്തേത് ആ ഹിസ്റ്റോറിക്കൽ റീസൺ ആണ്. രണ്ടാമത്തേത് ഈ ദർശനത്തിന്റെ സ്വഭാവമാണ്, ദർശനത്തിന്റെ സ്വഭാവമാണ്. ഇനി മൂന്നാമത്തെ കാരണം എന്താണെന്നറിയാമോ? മൂന്നാമത്തെ കാരണം വലിയ പരിധി വരെ വെളിപാട് പുസ്തകം സംസാരിക്കുന്നത് മിശിഹായാകുന്ന വെളിപാടിനെ കുറിച്ചാണ്. ആ വെളിപാടിന്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ചാണ്. രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയുടെ വെളിപാട് തന്റെ പരസ്യ ജീവിതത്തിൽ ഈശോ തന്നെ അവതരിപ്പിച്ചു, തന്റെ ആവിഷ്കരണം, ദൈവാവിഷ്കരണം നടത്തി. ഇനി അതിന്റെ പൂർണ്ണത എവിടെയാണ് നടക്കുന്നത്? തന്റെ ഉത്ഥാനത്തിലാണ്. ഉത്ഥാന രഹസ്യങ്ങളാണ്. ഉത്ഥാനം, പള്ളിക്കൂദാശക്കാലം, സഭയുടെ മഹത്വീകരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിപാട് പുസ്തകം ഒരു പള്ളിക്കൂദാശ കാലഘട്ട പുസ്തകമാണ്. സഭയുടെ മഹത്വം, സഭ സ്വീകരിക്കാനിരിക്കുന്ന വിജയത്തിന്റെ കിരീടം, ഈ പീഡനങ്ങൾക്കപ്പുറത്ത് സഭയെ കാത്തിരിക്കുന്ന മഹത്വത്തിന്റെ കിരീടം, അന്ന് വിശ്വാസത്തിൽ നിലനിന്നവർ അനുഭവിക്കാൻ പോകുന്ന വലിയ ആനന്ദം, അതിലേക്ക് നടക്കുന്ന വഴിയിലുള്ള വലിയ പീഡനം, ഇങ്ങനെ തുടങ്ങുന്ന രണ്ട് മേഖലകൾ. ഇവിടുത്തെ പീഡനങ്ങൾ, അവിടുത്തെ വലിയ രക്ഷ, സ്വർഗീയ രഹസ്യങ്ങൾ, സ്വർഗത്തിന്റെ ഭംഗി, സ്വർഗത്തിന്റെ മഹത്വം, നരകത്തിന്റെ ഭീകരത, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം കൂടിക്കുഴയുന്നതായതുകൊണ്ട് ഒരു സ്വാഭാവിക ഭാഷാ ശൈലിയേക്കാൾ നല്ലതും ഉചിതവും എന്താ പറയാ പ്രോപ്പർ ആയിട്ടുള്ളതും അത് അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ ആണെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥകാരന്, വിശുദ്ധ യോഹന്നാന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടുകൂടിയായിരിക്കും പരിശുദ്ധാത്മ നിവേശനത്തിൽ വിശുദ്ധ ഗ്രന്ഥകാരൻ അപ്പോകാലിപ്റ്റിക് രചനാ ശൈലിയിൽ വെളിപാട് പുസ്തകം എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി ഇത് മാത്രം, ഇതല്ലാത്ത മറ്റനേകം കാരണങ്ങളും കാണാനുള്ള സാധ്യതയുണ്ട് എന്നതൊരു വശത്താണ്. പക്ഷെ ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ പറഞ്ഞ 2-3 കാരണങ്ങളെങ്കിലും ഇതിന്റെ മുൻപിൽ നിൽക്കും എന്നതാണ് നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം. ഇനി ഒന്നാമത്തെ കാര്യം സാഹചര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു. ഇത് ഞാൻ വിശദീകരിക്കുന്നതിന് മുൻപ് വെളിപാട് പുസ്തകത്തിനകത്ത് എന്തൊക്കെയാ പ്രധാനമായിട്ടുള്ളതെന്ന് ഒന്ന് പെട്ടെന്ന് പറയേണ്ട ആവശ്യമുണ്ട്. ഒന്നാമത്തേത് പ്രവചന സ്വഭാവം അതിനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നാമത്തേത് പ്രവചനത്തിന്റെ സ്വഭാവമുണ്ട്. എന്ന് വെച്ചാൽ പ്രവചനം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കേൾക്കും. ഞാനിപ്പോ പ്രവചനം എന്ന് പറഞ്ഞപ്പോൾ പോലും നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് എന്താണ്? വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഭാവി പ്രവചിക്കലാണ് വിശുദ്ധ എന്ന് മാത്രമല്ല, സ്വാഭാവികമായും ഭാവിയുണ്ട്. കാരണം എന്താണ്? യുഗാന്ത്യം, സ്വർഗരാജ്യത്തിൽ സന്നിഹിതമാകുന്ന സഭ. ഭൗമിക സഭയെക്കുറിച്ച് സുവിശേഷങ്ങളിൽ വിവരണമുണ്ടെങ്കിൽ സ്വർഗീയ സഭയെക്കുറിച്ചാണ് കൂടുതലായും വെളിപാട് പുസ്തകം സംസാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അതിനകത്ത് ഇനി വരാനിരിക്കുന്ന ഒരു യുഗത്തിന്റെ പരാമർശങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ അത് ഭാവിയുമായി ബന്ധപ്പെട്ട പ്രവചനമല്ലേ എന്ന് ചോദിച്ചാൽ അതെ എന്ന് തന്നെ പറയണം. പക്ഷെ അതല്ല ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്. പ്രവചനം സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കുന്നവ അറിയിക്കുന്നു എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. പ്രവചിക്കുക, സ്പീക്ക് ഫോർ, പ്രോഫെസി, സ്പീക്ക് ഫോർ, ഒന്നിനു വേണ്ടി സംസാരിക്കുക, ഒരാൾക്ക് വേണ്ടി സംസാരിക്കുക. ആർക്ക് വേണ്ടിയാണ് ഇവിടെ? മിശിഹായ്ക്ക് വേണ്ടി സംസാരിക്കുക, കർത്താവിന് വേണ്ടി സംസാരിക്കുക, അവിടുന്ന് അരുൾ ചെയ്ത കാര്യങ്ങൾ, അവിടുന്ന് വെളിപ്പെടുത്തിയവ അറിയിക്കുക. പ്രവാചകന്മാരൊക്കെ ചെയ്തിരുന്ന കാര്യം അതാണ്. അത് തന്നെയാണ് ഈ പ്രവചന സ്വഭാവം ഉള്ള ഈ വിശുദ്ധ ഗ്രന്ഥത്തിനകത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊരു പ്രവചന സ്വഭാവമുണ്ട്. രണ്ടർത്ഥത്തിലാണ് പ്രവചന സ്വഭാവം ഉള്ളത്. ഒന്നാമത്തേത് യുഗാന്ത്യത്തിന് ശേഷമുള്ള സഭയെക്കുറിച്ച് പറയുന്നു എന്ന കാരണത്താൽ, ഭാവിയിലാണല്ലോ അത്. രണ്ടാമത്തേത് എന്താണ്? ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നു, അഥവാ ദൈവനാമത്തിൽ സംസാരിക്കുന്നു എന്ന കാരണത്താൽ അത് പ്രവചന സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് അതാണ് അതിന്റെ ഒരു ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, ഈ വെളിപാട് പുസ്തകത്തിന്റെ ആഴത്തിൽ കടക്കുന്നത് ദൈവാരാധനയാണ്. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തെ വേണമെങ്കിൽ ഒരു ആരാധനാഗ്രന്ഥം എന്ന് വേണം വിളിക്കാം. ദൈവാരാധനയുടെ, സഭയുടെ ആരാധനയുടെ ഗ്രന്ഥം എന്ന് വേണം വിളിക്കാം. അഥവാ ഒരു സഭാരാധനാ കേന്ദ്രീകൃതമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം എന്ന് വെളിപാട് പുസ്തകത്തെ വിളിക്കുന്നതിനകത്ത് തെറ്റില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? കാരണം ഇത്രയേ ഉള്ളൂ, സഭ ബോധ്യപ്പെടുന്ന യുഗത്തെക്കുറിച്ച്, വരാനിരിക്കുന്ന യുഗത്തെക്കുറിച്ചാണ്. ദൈവത്തെ ആരാധിക്കുന്ന ഈ സഭാ സമൂഹം പൂർണ്ണമായ ആരാധനയിലേക്ക് പ്രവേശിക്കുന്ന യുഗാന്ത്യം ഇതിന്റെ ഒരു പ്രധാന പരാമർശ വിഷയമാണ്. അതുകൊണ്ടാണ് ഈ വെളിപാട് പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഒരു ഈ പറഞ്ഞ ഒരു എന്താ പറയാ ഒരു അഭിവാദന സ്വഭാവത്തോടെ ആരംഭിക്കുന്നു. ആരാധനാ സ്വഭാവമുള്ള കാര്യങ്ങൾ ധാരാളം അവതരിപ്പിക്കുന്നു. ഏറ്റവും അവസാനിക്കുന്നതാണെങ്കിലോ ഒരു വിശുദ്ധ കുർബാനയൊക്കെ സമാപിക്കുന്നത് പോലത്തെ ഒരു ആശീർവാദത്തോടു കൂടിയാണ് വെളിപാട് പുസ്തകം അവസാനിക്കുന്നത്. അത് അവസാനത്തെ വാചകം വായിച്ചു നോക്കാം. അത് മാറാനാത്ത കഴിഞ്ഞ ശേഷം 22-ാം അധ്യായം 21-ാം തിരുവചനം. അതിങ്ങനെയാണ്: കർത്താവായ യേശുവിന്റെ കൃപ എല്ലാവരോടും കൂടെ.
കർത്താവായ ഈശോയുടെ കൃപ എല്ലാവരോടും കൂടെ. അങ്ങനെ ആശീർവാദത്തോടു കൂടിയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പം ഇത് ടോട്ടലി എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതൊരു ദൈവാരാധനാ പുസ്തകത്തെ പോലെ ഇരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ആദിമസഭയുടെ എന്നല്ല, സഭയുടെ തന്നെ ജീവിതത്തിന്റെ ഹൃദയമാണ്, കേന്ദ്രമാണല്ലോ ഈ ദൈവാരാധന എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. നമ്മൾ ഇനി ഈ വെളിപാട് പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പം ഈ ആരാധനയുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ അതിനകത്തോടെ കാണും. ഈ മൂന്നാമത് എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഈ വെളിപാട് പുസ്തകം ഉപയോഗിക്കുന്ന പ്രതീകങ്ങളാണ്. പ്രതീകങ്ങൾ, സിംബൽസ്. പ്രതീകങ്ങളെ കുറിച്ചും പറയേണ്ടതുണ്ട്. ഇന്ന് പറ്റുവാണെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും പറഞ്ഞു തുടങ്ങും. വെളിപാടിന്റെ സിംബൽസ്, സത്യം പറഞ്ഞാൽ ഈ സിംബൽസ് മനസ്സിലായി നമുക്കിത് വായിക്കാൻ പറ്റും. സിംബൽസ് അക്ഷരങ്ങൾ പോലെയാണ്. അക്ഷരങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് ഒരു ടെക്സ്റ്റ് വായിക്കാൻ പറ്റുന്ന പോലെ വെളിപാടിന്റെ സിംബൽസ് അറിയാവുന്നവർക്ക് ഇതിനെ കൂട്ടിച്ചേർത്തത് സിമ്പിൾ ആയിട്ട് വായിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് പൊതുവിൽ പറയേണ്ടത്. ഇനി ആദ്യം ഇതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയണം. പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് വെളിപാട് എപ്പോഴാണ് കിട്ടിയത്, എങ്ങനെയാണ് അത് എഴുതപ്പെട്ടത് എന്നതിനെ കുറിച്ച് അറിയണ്ടേ. എവിടെ വെച്ചാണ് ഈ വെളിപാട് ഗ്രന്ഥം രചിക്കുന്നത്? എവിടെ വെച്ചാണ് യോഹന്നാന് ഈ വെളിപാട് കിട്ടുന്നത്? എവിടെ വെച്ചാണ്? പാത്മോസ് ദ്വീപിൽ വെച്ചാണ്. ഗ്രീസിന്റെ ഭാഗമാണത്. പാത്മോസ് ദ്വീപാണ്. യോഹന്നാൻ ഒത്തിരി കാലം ജീവിച്ചിരുന്ന, ഒളിച്ചു താമസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രദേശമാണ് ഈ പാത്മോസ് എന്ന ദ്വീപ്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ഇടമാണ് പത്മോസ് ദ്വീപ്. ഈ പാത്മോസ് ദ്വീപിൽ വെച്ചാണ് വിശുദ്ധ യോഹന്നാന് വെളിപാടുണ്ടാകുന്നത്. രേഖപ്പെടുത്തി അവിടെ വെച്ചാൽ നമുക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ ഏതായാലും എന്ന മട്ടിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എപ്പോഴാണ് ഇത് കിട്ടുന്നത്? അതൊരു ഞായറാഴ്ച വിശുദ്ധ ബലിയുടെ പശ്ചാത്തലത്തിലാണ്. വിശുദ്ധ കുർബാനയുടെ ദിവസം, ഞായറാഴ്ച ദിവസം, കർത്താവിന്റെ ദിവസത്തിൽ ഈ വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായം 10-ാം തിരുവചനം വായിക്കാമോ ആർക്കേലും? കർത്താവിന്റെ ദിനത്തിൽ ഞാൻ കർത്തൃദിനത്തിൽ ഞാൻ ആത്മാവിലായിരിക്കെ കാഹളത്തിന്റേതുപോലുള്ള ഒരു വലിയ സ്വരം എന്റെ പിറകിൽ നിന്ന് കേട്ടു. നോക്കുക, കർത്താവിന്റെ ദിനം, കർത്തൃദിനം എന്ന് പറഞ്ഞാൽ സൺഡേ നമുക്കറിയാം. കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിലായിരിക്കെ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ അനുഭവിച്ചിരിക്കെ, ആത്മാവിൽ ലയിച്ചിരിക്കെ, ധ്യാനത്തിലായിരിക്കെ എന്റെ പിറകിൽ നിന്ന് ഒരു കാഹള സ്വരത്തോടു കൂടിയ ഒരു സ്വരം ഞാൻ കേട്ടു. കാഹളം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിന്റെ മിശിഹായുടെ രണ്ടാം ആഗമനത്തെ സൂചിപ്പിക്കുന്നതാണ്. കാഹളധ്വനികളോടുകൂടെ. അതായത് ഈ രാജാക്കന്മാരൊക്കെ പണ്ട് വരുമ്പോൾ കാഹളം ഊതി മുൻപിൽ നടക്കുമായിരുന്നു. കാഹളം വരുമ്പോൾ രാജാവ് വരുന്നതെന്ന് അറിയാം. അപ്പൊ ആളുകൾക്ക് ഓടിക്കൂടുകയും വണങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എന്നതുപോലെ തന്നെയാണ് കർത്താവ് വരുന്നത്. അതായത് ഈശോയുടെ വരവിനെ സൂചിപ്പിക്കുന്ന ഒരു വിശുദ്ധ പ്രതീകമാണ് ഈ കാഹളധ്വനി എന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് ഈ കാഹളം ഊതിക്കൊണ്ട് ദൂതന്മാർ വരുമെന്നൊന്നും വിചാരിക്കേണ്ടതില്ല. പകരം രാജാധികാരത്തോടെ ഇതിന്റെ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരി എഴുന്നള്ളുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ എന്റെ പിന്നിൽ നിന്ന് ഒരു കാഹളധ്വനി ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ മിശിഹ സന്നിഹിതനാകുന്നത് ഞാൻ ആത്മാവിൽ അനുഭവിച്ചു തുടങ്ങി എന്നാണ്. അപ്പോൾ മുതലുള്ള ഈ സ്വർഗീയ അനുഭവത്തെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് അത് യോഹന്നാന്റെ സ്വർഗീയ അനുഭവമാണ്. ചുമ്മാ പേടിപ്പെടുത്തുന്ന കുറെ സംഭവങ്ങളല്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഈ വെളിപാട് പുസ്തകത്തിന്റെ കണ്ടന്റ് എന്താണ്? അത് ഒന്നാമത് സ്വർഗീയ അനുഭവമാണ്, സ്വർഗത്തിന്റെ അനുഭവമാണ്. രണ്ടാമത് തിന്മ ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പും മനസ്താപത്തിന്റെ ആഹ്വാനവുമാണ്. ഒന്നാമത്തേത് സ്വർഗീയാനുഭവമാണെങ്കിൽ രണ്ടാമത്തേത് തിന്മ ചെയ്യുന്നവർക്കുള്ള വാണിങ്ങും അനുതാപത്തിനുള്ള ആഹ്വാനവുമാണ് വെളിപാട് പുസ്തകത്തിനകത്തുള്ളത്. മൂന്നാമത് വെളിപാട് പുസ്തകത്തിനകത്തുള്ളത് സഭാജീവിതത്തിന്റെ പ്രത്യാശയാണ്. എന്ന് വെച്ചാൽ ഈ ക്ലേശകരമായ പീഡാസഹനങ്ങളുടെ ജീവിതം അത് മിശിഹ സഹിച്ച പീഡകളുടെ പങ്കാളിത്തമാണ്. അങ്ങനെയാണെങ്കിൽ മിശിഹായോട് കൂടെ സഹിക്കുന്നവൻ മിശിഹായോട് കൂടെ ഉത്ഥാനം ചെയ്യപ്പെടും എന്ന പ്രത്യാശയാണ് അതിനകത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ വെളിപാട് പുസ്തകത്തിന്റെ അന്തസത്ത എന്താണെന്ന് ചോദിച്ചാൽ ഈ 3 കാര്യങ്ങളാണ്: സ്വർഗദർശനം, മാനസാന്തരത്തിലുള്ള ആഹ്വാനം, സഭയെ കാത്തിരിക്കുന്ന നിത്യജീവൻ, സ്വർഗം, അതിന്റെ പ്രത്യാശ. അപ്പൊ അതുകൊണ്ട് ശരിക്കും വെളിപാട് പുസ്തകം വലിയ പ്രത്യാശയുടെ പുസ്തകമാണ്. പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ ഉപയോഗിക്കുന്ന പോലെ വെറുതെ ആളുകളെ പേടിപ്പിച്ച് കൂടെ ചേർക്കാൻ വേണ്ടിയുള്ള പുസ്തകമല്ല, പ്രത്യാശയുടെ പുസ്തകമാണ്. അതൊരു ആരാധനാ സ്വഭാവമുള്ള പുസ്തകമാണ്. യുഗാന്ത്യത്തെക്കുറിച്ച് പ്രത്യാശ നൽകുന്ന പുസ്തകമാണ്. അതോടൊപ്പം തന്നെ സ്വർഗീയ ദർശനത്തിന്റെ വിവരണവും കൂടിയാണ് അത്. അതുകൊണ്ട് ഇത് ആർക്കാണ് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കുമായിട്ടാണ് എഴുതുന്നത് എന്നാണ് അതിന്റെ ഉത്തരം. സഭയ്ക്ക് മുഴുവനായിട്ടാണ് എഴുതുന്നത്. സത്യത്തിൽ അത് പീഡനം സഹിച്ചുകൊണ്ടിരുന്ന ഒരു സഭയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഇമ്മീഡിയറ്റ് ഉദ്ദേശം അതിനകത്തുണ്ട്.
എന്ന് പറഞ്ഞാൽ കൊടും പീഡനത്തിലായിരിക്കുന്ന സഭ, ഞാനെക്കുറിച്ച് പറയാം. ആ സഭയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം അതിനകത്തുണ്ട്. പക്ഷെ അത് എല്ലാ സഭകൾക്കുമായിട്ടാണ് എഴുതുന്നത്, അഥവാ സഭയ്ക്ക് മുഴുവനായിട്ടാണ് എഴുതുന്നത്. അതിനെ സൂചിപ്പിക്കുന്നതാണ് 7 സഭകളോട് എന്ന് പറഞ്ഞാണ് ഇതിന്റെ ആദ്യ ഭാഗം. ഓരോ സ്ഥലങ്ങളിലെ സഭകൾക്കായിട്ടാണ് ഈ എഫെസോസിലെ സഭയ്ക്ക് എന്ന് തുടങ്ങുന്ന അങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് സ്മിർനായിലെ സഭയ്ക്ക്, പെർഗാമോസിലെ സഭയ്ക്ക്, തീത്തിയറയിലെ സഭയ്ക്ക്, സാദിസിയിലെ സഭയ്ക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ സഭകളെ കുറിച്ച് 7 സഭകളെയാണ് അവതരിപ്പിക്കുന്നത്. സത്യത്തിൽ ഇത് അന്ന് അനേകം സഭാസമൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിലെ 7 സഭാസമൂഹങ്ങൾക്ക് എന്നതിനേക്കാൾ 7 എന്ന നമ്പർ സൂചിപ്പിക്കുക, നമുക്ക് പിന്നീട് പറയാനുണ്ട്. 7 എന്ന നമ്പർ സൂചിപ്പിക്കുന്നത് പൂർണ്ണതയെയാണ്, സമ്പൂർണ്ണ സഭയ്ക്ക് എന്നൊരർത്ഥം അതിനകത്തുണ്ട്. ശരിക്കും ആ 7 സഭകൾ നിലനിന്നിരുന്ന സഭകളാണ്, ആ സഭകൾക്ക് എഴുതിയവയുമാണ്. അതോടൊപ്പം തന്നെ അതിനെ അതിലംഘിക്കുന്ന ഒരർത്ഥം അതിനകത്തുള്ളത് എന്താന്ന് വെച്ചാൽ എല്ലാ സഭകൾക്കും എന്നാണ്. 7 പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന അടയാളമായതുകൊണ്ട്, ഇതൊരു പ്രതീകാത്മക ഭാഷയായതുകൊണ്ട് 7 സഭകളെ അവതരിപ്പിക്കുമ്പോൾ ആഗോള സഭയാണ്, മുഴുവൻ സഭയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വചനഭാഗം അഥവാ വെളിപാട് ഗ്രന്ഥം അത് ആഗോള സഭയ്ക്കുള്ള വിശുദ്ധ ഗ്രന്ഥഭാഗമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം എഴുതിയത് യോഹന്നാനാണ്, എഴുതിയത് പത്മോസ് ദ്വീപിൽ വെച്ചാണ്, എഴുതിയ ദിവസം ഒരു കർത്തൃദിനത്തിലാണ്, ഒരു ഞായറാഴ്ച ദിവസം, ദൈവാരാധനയുടെ ദിവസമാണ്. വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്ത് അതിനൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെ അത് അർപ്പിച്ചിട്ട് ധ്യാനത്തിലായിരിക്കുന്ന സമയത്തോ ഒക്കെ ആയിരിക്കുന്ന ഒരു സമയം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം അവിടെയാണ് നടക്കുന്നത്. ഇനി ഇത് ആർക്കെഴുതാണ്? സഭയ്ക്ക് മുഴുവനായി നൽകപ്പെട്ടിരിക്കുന്നതാണ് അത് എന്നാണ് അതിനകത്ത് കാര്യം. അപ്പൊ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട യോഹന്നാന്റെ വാക്കുകളാണവ എന്ന് നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാക്കാം. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില പരാമർശ വിഷയങ്ങൾ, അതിനകത്ത് ഒന്ന് പാപവും തിന്മയുമാണ്. പാപവും തിന്മയും, പാപത്തിന്റെ ശക്തി, അതിന്റെ ദുഷ്ടത, അതിന്റെ ക്രൂരത, അതെന്തുമാത്രം ഭീകരമാണ് എന്ന് ഈ വെളിപാട് പുസ്തകം അവതരിപ്പിക്കും. മറ്റൊന്ന് സാമ്രാജ്യത്വമാണ്, കിങ്ഡം, തിന്മയുടെ സാമ്രാജ്യം. ഇതൊരു ദ്വന്ദ്വയുദ്ധമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിനകത്തൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട രീതി ഇങ്ങനെ ഡൈക്കോട്ടമികൾ, ഓപ്പോസിറ്റ്സ് അവതരിപ്പിക്കലാണ്. ഇരുളും വെളിച്ചവും എന്ന് പറയുന്ന പോലെ, ഇരുളും വെളിച്ചവും, ഇങ്ങനത്തെ ധാരാളം ഓപ്പോസിറ്റ്സ് യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് കാണാം. ഇവയുടെ ഒരു സമരസം, ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധം, ഇതൊക്കെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിനകത്തെ ഒരു രചനാശൈലിയുടെ പ്രത്യേകത. എന്നതുപോലെ ഇതിനകത്ത് നമ്മൾ കാണും ഒന്ന് പാപവും തിന്മയും, അതിനപ്പുറത്ത് വിശുദ്ധ ജീവിതവും സ്വർഗഭാഗ്യവും. അങ്ങനെ ഇനി അതുപോലെ തന്നെ മറ്റൊരു വളരെ ഗൗരവമുള്ള പ്രമേയമാണ് സാമ്രാജ്യത്വം. ഈ ഭൂമിയിലെ സാമ്രാജ്യത്വ ശക്തികൾ, ഈ ഭൂമിയിലെ വലിയ ശക്തികൾ, അതിനേക്കാൾ വലിയ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി, ഈ ഭൂമിയുടെ രാജ്യവും ദൈവരാജ്യവും തമ്മിലുള്ള ഒരു ദ്വന്ദ്വയുദ്ധം ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രതീകാത്മകമായ അവതരണ ഭാഗമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇനി അതുപോലെ മറ്റൊന്നാണ് ക്ലേശവും നിരാശയും ഒരു വശത്ത്, പ്രത്യാശയും ആനന്ദവും മറുവശത്ത്. എന്ന് പറഞ്ഞാൽ ആദിമസഭ കടന്നു പോകുന്ന വലിയ വലിയ ക്ലേശം, നിരാശ, കുറെ പേര് വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്നു, അതൊരു വശത്ത്. മറുവശത്തോ പ്രത്യാശ, രക്തസാക്ഷിത്വത്തിന്റെ പ്രത്യാശ, സ്വർഗരാജ്യത്തിന്റെ ആനന്ദം മറുവശത്ത്. ഇങ്ങനെയുള്ള പ്രതീകങ്ങളിലൂടെ ഈ വിശുദ്ധ യോഹന്നാൻ വരച്ചിടുന്നത് എന്താണെന്നറിയാമോ? രക്ഷാചരിത്രമാണ്. വെളിപാട് പുസ്തകം യഥാർത്ഥത്തിൽ രക്ഷാചരിത്രത്തിന്റെ ഒരു പ്രത്യേക സാഹിത്യ രൂപത്തിലുള്ള അവതരണമാണ് എന്നാണ് വളരെ ബേസിക് ആയിട്ട് പറയാവുന്നത്. രക്ഷാചരിത്രത്തിന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു പ്രത്യേക തരത്തിലുള്ള രചനാ ശൈലിയാണ് വെളിപാട് പുസ്തകത്തിനകത്ത്. ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഒരു അടിസ്ഥാന ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് പഠിക്കാം. അടിസ്ഥാന ചരിത്ര പശ്ചാത്തലം എന്താണ്, ഏത് കാലഘട്ടത്തിലാണ് ഇത് രേഖപ്പെടുത്തുന്നത്? ഇത് എഴുതുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ മുൻപിലുള്ള ആളുകൾ, അന്നേരം മുമ്പിലുള്ള ആളുകൾ, അവരുടെ ജീവിതാവസ്ഥ, കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്താണ്? നാട് കടത്തപ്പെട്ടിരിക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ. ഓദറിന്റെ കാര്യം തന്നെ അങ്ങനെയാണ്. അപ്പൊ അവിടുത്തെ സ്ഥിതി എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. AD ഏതാണ്ട് 95 കൂടിയാണ് യോഹന്നാന്റെ സുവിശേഷം രേഖപ്പെടുത്തുന്നതും. ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ്, ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ വെളിപാട് പുസ്തകവും രേഖപ്പെടുത്തുന്നത്. ഇനി എന്തായിരുന്നു ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? ഈ 95 കാലഘട്ടം എന്നൊക്കെ പറയുന്നത് തീവ്രമായ സഭ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ മതമർദ്ദനത്തിന്റെ കാലഘട്ടമാണ്, കൊടും പീഡനങ്ങളുടെ കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതുപോലത്തെ പീഡനങ്ങളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏതാണ്ട് ഈ പീഡനങ്ങളെ അവതരിപ്പിക്കുന്ന 2 ക്ലാസിക്കലായിട്ടുള്ള ഇംഗ്ലീഷ് മൂവീസ് ഉണ്ട്. അതിലൊന്ന്
ഒന്ന് കോവാദിസ് എന്ന മൂവിയാണ്. കോവാദിസ് ഗുരു നീ എവിടെ പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം, കോവാദിസ്. രണ്ടാമത്തേത് ഞാനിപ്പോ പെട്ടെന്ന് പറയാൻ വന്നല്ലോ, ഓക്കെ പിന്നെ ഓർക്കുവാണ് പറയാം. ഈ രണ്ട് മൂവികൾ പഴയ കാലഘട്ടങ്ങളിലെ മതമർദ്ദനത്തെ ഭയങ്കരമായിട്ട് അവതരിപ്പിക്കുന്ന രണ്ട് മൂവികളാണ്. അത് കാണുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും, നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതിനകത്തെ ഞാൻ പേര് പറയാൻ മറന്നുപോയ ആ മൂവിക്കകത്ത് നമ്മൾ കാണും കൊളോസിയത്തിന് ഗ്ലാഡിയേറ്ററിനകത്തുണ്ട് മറ്റൊരു മൂവിയാണ് ഇതുപോലെ തന്നെ. അതിനകത്ത് അന്നത്തെ റോമൻ ഈ രാജാക്കന്മാരുടെയും റോമൻ ജനത്തിന്റെയും ഒക്കെ ഒരു വിനോദം എന്തായിരുന്നു അറിയാമോ? അവരിങ്ങനെ കൊളോസിയത്തിൽ ഇങ്ങനെ വന്നിരിക്കും. താഴത്ത് കൊളോസിയം എന്ന് പറഞ്ഞ ഒരു സ്റ്റേഡിയമാണ്. നിങ്ങൾക്കറിയാം റോമിൽ ഇന്ന് കൊളോസിയം ഉണ്ട്, അതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ തകർന്നു കിടക്കുന്നു, പക്ഷെ ബാക്കി കൊളോസിയം ഉണ്ട്. അപ്പൊ നമുക്ക് പുറത്ത് കാണാവുന്ന കൊളോസിയത്തിനേക്കാൾ ഒരു 3-4 നിലയും കൂടെ താഴത്തേക്കുണ്ട് എന്നാണ് ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്നത്, അവിടുത്തെ ഈ ആർക്കിയോളജിസ്റ്റുകളൊക്കെ പറയുന്നത്. ഇങ്ങനെ ഭൂകമ്പങ്ങൾക്കൊക്കെ ഭാഗമായിട്ട് അത് നികന്നു പോയതൊക്കെയാണ്. അപ്പൊ അത്രയും വലിയൊരു സ്റ്റേഡിയം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ റോമൻ സാമ്രാജ്യവും അവിടുത്തെ രാജാക്കന്മാരൊക്കെ ഇത്തരം വിനോദങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അടിമകളെ കൊണ്ട് പണിയിപ്പിക്കുക, അവര് പണിതുണ്ടാക്കുന്ന വലിയ സ്റ്റേഡിയമാണ് ഇത്. ഒത്തിരി ഏരിയ ഉണ്ട്, അതിന്റെ ചുറ്റിലും ധാരാളം ആളുകൾക്ക് ഇരിക്കും. അവിടെ ഈ രാജാവൊക്കെ ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ടോ രാജാവൊക്കെ വന്നിരിക്കും, പരിവാരങ്ങളൊക്കെ വന്നിരിക്കും, റോമൻ ആളുകളൊക്കെ വന്നിരിക്കും. എന്നിട്ട് താഴത്ത് പലതരത്തിലുള്ള വിനോദ പരിപാടികൾ നടക്കും. എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട വിനോദം എന്നറിയാമോ? അതിലൊന്നാണ് മൃഗങ്ങളുമായി മനുഷ്യന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ വിശന്നു വലഞ്ഞ മൃഗങ്ങളുമായിട്ട് ഈ ഒരു മനുഷ്യനെ യുദ്ധം ചെയ്യാൻ വിടും. അവൻ പരമാവധി പിടിച്ചു നിന്ന് ചിലപ്പം ഈ സിംഹം ഇതിനെ കടിച്ചു കീറി കൊല്ലും. അത് കണ്ട് രസിക്കുക അങ്ങനത്തെ മനുഷ്യര്. ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നീട് എന്തുണ്ടായെന്ന് അറിയാമോ? പിന്നീട് ഇതിന്റെ ഇരകളായിട്ട് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കാൻ തുടങ്ങി. കൊളോസിയത്തിന്റെ ചോട്ടില് ഇങ്ങനെ പൊത്തുകൾ പോലെ, ഗുഹകൾ പോലെ ഇങ്ങനെ വഴികളുണ്ട്, ഇടനാഴികളും ഈ ജിംനേഷ്യത്തിന്റെ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നൊക്കെ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഈ വലിയ മല്ലന്മാര്, വില്ലാളി വീരന്മാരൊക്കെ അവിടെ താമസിക്കുകയും ഇങ്ങനെ എക്സർസൈസ് ചെയ്യുകയും പരിശീലനം നേടുകയൊക്കെ ചെയ്യും. അതിനകത്ത് ജയിൽ പോലത്തെ അറകളും ഉണ്ട്. ഇതിനകത്തൊക്കെ ക്രൂരമായ വന്യമൃഗങ്ങളെ ഇവർ വളർത്തും. എന്നിട്ട് ഈ കടുവ, സിംഹമൊക്കെ പോലത്തെ ജീവികളുണ്ടല്ലോ, അവയെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ടിട്ട് ഈ സ്റ്റേഡിയത്തിനകത്തേക്ക് തുറന്നു വിടും. അതിനു മുമ്പ് എന്ത് ചെയ്യുന്നറിയാമോ? ക്രിസ്ത്യാനികളെ പിടിച്ചുകൊണ്ട് വന്നവരെയൊക്കെ ഈ സ്റ്റേഡിയത്തിനകത്തേക്ക് വിട്ടിട്ട് എല്ലാ സൈഡുകളും അടയ്ക്കും. എന്നിട്ട് ഇവരിങ്ങനെ ഈ സ്റ്റേഡിയത്തിൽ നടക്കിക്കും, ചുറ്റിലും ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ സിംഹത്തിന്റെ ഒക്കെ കൂട് തുറന്നു വിടും. സിംഹം ഇതിനകത്തോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും ഈ മനുഷ്യരെല്ലാവരും ഭയന്ന് ഓടും. പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും. ഈ സിംഹങ്ങളൊക്കെ പുറകെ ചെല്ലും. കുറച്ചൊക്കെ എതിർത്ത് നിൽക്കാൻ അവർ നോക്കും. അവസാനം ഇതുങ്ങളെയൊക്കെ അവിടെ ഇട്ട് പച്ചയ്ക്ക് വലിച്ചു കീറി കടിച്ച് കൊല്ലും. ഇത് കണ്ട് രസിക്കൽ ഈ റോമൻ ഭരണാധികാരികളുടെയും അവിടുത്തെ ജനത്തിന്റെയൊക്കെ ഒരു വിനോദമായിരുന്നു. അങ്ങനെ ആസ്വദിക്കുന്ന തരത്തിലുള്ള ഒരു ജനം അവിടെ ഉണ്ടായിരുന്നു. ഇനി ആ കാലഘട്ടത്തിൽ ശക്തമായ മതമർദ്ദനം നടന്നുകൊണ്ടിരുന്നു എന്ന് നമുക്കറിയാം. AD 50 ഈ ക്ലൗദിയൂസ് എന്ന ചക്രവർത്തി ക്രിസ്ത്യാനികളെ റോമിൽ നിന്ന് പുറത്താക്കുന്നു. ആദ്യം അവരെ പുറത്താക്കി മുഴുവനും. ശരിക്കും പറഞ്ഞാൽ അത് പുറത്താക്കിയത്, ഈ ക്ലൗദിയൂസ് പുറത്താക്കിയതിന് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികളോടുള്ള ഒരു ദേഷ്യം എന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു. പകരം യഹൂദരും ക്രിസ്ത്യാനികളും തമ്മിൽ എന്നും കലഹമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഈ കലഹം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ പുറത്താക്കുന്നത്. ചെറിയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് യഹൂദരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ക്രിസ്ത്യാനികളെ പുറത്താക്കിയിരുന്നു ക്ലൗദിയൂസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇനി ആ സമയത്ത് ക്രൈസ്തവ കാഴ്ചപ്പാട്, ഈ അധികാരത്തോടുള്ള ക്രൈസ്തവ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് നമുക്കറിയാം. വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന അധികാരത്തോടുള്ള കാഴ്ചപ്പാട് അത് വളരെ ശ്രദ്ധേയമാണ്. ഞാൻ ചില ഉദാഹരണങ്ങളൊക്കെ പറയാം. റോമാലേഖനം 13-ാം അധ്യായം ആദ്യത്തെ ഒരു 6-7 വാചകങ്ങൾ വായിക്കാം. ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്നവ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും. സത്പ്രവൃത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്കാണ് അധികാരികൾ ഭീഷണിയാകുന്നത്. നിനക്ക് അധികാരത്തെ ഭയപ്പെടാതെ കഴിയുന്നുണ്ടോ? നന്മ ചെയ്യുക എന്ന് തുടങ്ങി അങ്ങനെ അധികാരികളോട് വിധേയപ്പെടണം എന്ന ആശയമാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ എപ്പോഴും പൊതുവിൽ വിശ്വാസ സമൂഹത്തിനുണ്ട്. മറ്റൊന്ന് 1 തിമോത്തിയോസിനകത്ത് 2-ാം അധ്യായം അതിന്റെ ആദ്യ ഭാഗം വായിക്കാം. 1 തിമോത്തിയോസ് 2 അതിന്റെ ആദ്യം. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു.
ഓക്കെ, അടുത്ത ഭാഗം വായിച്ചു. ശാന്തവുമായ ജീവിതം നയിക്കാൻ നമുക്ക് ഇടയാകത്തക്ക വിധം രാജാക്കന്മാർ, അധികാരമുള്ളവർ എന്നിവർക്ക് വേണ്ടിയും ഇങ്ങനെ ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളിൽ വേണമെങ്കിൽ പത്രോസിന്റെ ലേഖനത്തിനകത്ത് ആദ്യത്തെ ലേഖനത്തിനകത്ത് 2-ാം അധ്യായം 13-14 ഒക്കെ ഇതുപോലെ അധികാരത്തെ മാനിക്കണം എന്ന് നമ്മൾ വായിക്കും. അധികാരത്തെ മാനിക്കണം, അതിനി സിവിൽ അധികാരമായാലും രാജാധികാരമായാലും അതിനൊക്കെ മാനിക്കണം എന്ന് നമ്മൾ വായിക്കും. എന്നാൽ ഈ വെളിപാട് പുസ്തകത്തിനകത്ത് നേരെ തിരിച്ചുള്ള ഒരു ആഹ്വാനം പോലെയാണ് നമ്മൾ കാണുക. ഉദാഹരണത്തിന് വെളിപാട് പുസ്തകം 17-ാമത്തെ അധ്യായം എടുക്കാം. 17-ാം അധ്യായം 6-ാം തിരുവചനം. ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിന്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തയായി ലഹരി പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിന്റെ സാക്ഷികളുടെയും രക്തത്താൽ ഉന്മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അത് സാമ്രാജ്യത്വത്തെ കുറിച്ചാണ്. അത് റോമൻ സാമ്രാജ്യത്വത്തെ കുറിച്ചാണ്. അപ്പം വെളിപാട് പുസ്തകത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ റോമൻ സാമ്രാജ്യത്വത്തെ അംഗീകരിക്കണമെന്നോ ആദരിക്കണമോ എന്നുള്ള പരാമർശമില്ല. എന്തുകൊണ്ടായിരിക്കും അത് എന്ന് വെച്ചാൽ മതമർദ്ദനം നടക്കുന്നതിന് മുൻപുള്ള കാലഘട്ടങ്ങളിലാണ് മറ്റ് ലേഖനങ്ങളൊക്കെ എഴുതപ്പെടുന്നത്, അഥവാ അതിന് പുറത്താണ്. അപ്പോൾ അവര് സ്വാഭാവികമായ രാജ്യത്തിന്റെ അധികാരികളോട് വിധേയപ്പെട്ടിട്ടുണ്ട്. ഈശോ തന്നെ പഠിപ്പിച്ചു, സീസറിനുള്ളത് സീസറിന് കൊടുക്കുക, നീ നികുതി അടയ്ക്കണം എന്നൊക്കെ ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെയാണ് പിഞ്ചിലെന്ന്. എന്നാൽ ഈ വെളിപാട് പുസ്തകം രേഖപ്പെടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ രാജ്യവും രാജ്യാധികാരവും തിന്മയുടേതായി മാറി. എന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് തിന്മയുടേതായി മാറിയത്? തങ്ങളെ ആരാധിക്കണം, ഈ സാമ്രാജ്യം തന്നെ ആരാധിക്കപ്പെടണം എന്ന് അവർ പ്രഖ്യാപിക്കാൻ തുടങ്ങി. അപ്പം അതുവരെ ഉണ്ടായിരുന്ന രാജാധികാരത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, സ്വയം ദൈവമായി തീരുന്ന രാജാധികാരത്തെ കുറിച്ചാണ് വെളിപാട് പുസ്തകം സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ മറ്റു സ്ഥലങ്ങളിൽ കാണാത്തതുപോലെ രാജ്യത്വത്തെയും രാജാധികാരത്തെയും സാമ്രാജ്യത്തെയും ഒന്നും അത്രയ്ക്ക് മാനിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അവയൊക്കെ തിന്മയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുന്നു. അതിന്റെ പശ്ചാത്തലം ഇവരുടെ ഭീകരമായ എന്താ പറയാ പീഡനങ്ങളാണ്. ഇനി പീഡനങ്ങളുടെ കാരണം എന്താണ്? പീഡനങ്ങളുടെ കാരണം 2 പ്രധാനപ്പെട്ട കാരണങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്തത് നീറോ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടതാണ്. നീറോ ചക്രവർത്തി ഏറ്റവും കുപ്രസിദ്ധനായ ഒരു ക്രൈസ്തവ പീഡകനായിരുന്നു. 666 എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് നീറോയെ വീണ്ടും കണ്ടുമുട്ടാം. AD 64-ാമത്തെ വർഷം ജൂലൈ 18-ാം തീയതി, AD 64 ജൂലൈ 18-ാം തീയതി അർദ്ധരാത്രിയില് ടൈബർ നദി, റോമിനടുത്തുള്ള ടൈബർ നദിയുടെ തീരത്ത് ഇങ്ങനെ ജനങ്ങൾ അവിടെ ഇങ്ങനെയാണല്ലോ കൃഷിക്കൊക്കെ ആയിട്ട് എപ്പോഴും നദീതീരങ്ങളിലാണ് ആളുകൾ വസിക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ആളുകൾ കൂട്ടമായി വീടുകൾ ഇങ്ങനെ അടുത്തടുത്തടുത്ത് വസിക്കുമായിരുന്നു. റോമിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്, ജനനിബിഡമായ ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ടൈബർ നദിയുടെ തീരം. ഇവിടെ വലിയൊരു തീപിടുത്തം ഉണ്ടായി. മിക്കവാറും ഒക്കെ കത്തി തീർന്നു. 6 ദിവസം നിന്ന് കത്തിയെന്നാണ് പറയപ്പെടുന്നത്. റോമിന്റെ ആ പ്രദേശം മുഴുവനും 6 ദിവസം നിന്ന് കത്തിയെന്നാണ്. അത് മുഴുവനും കത്തിച്ചാമ്പലായി. അതിനകത്ത് ധാരാളം പാവപ്പെട്ട മനുഷ്യര് എരിഞ്ഞു ചാമ്പലായി. പ്രഭുക്കന്മാരുടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം കത്തിച്ചാമ്പലായി. ജനത്തിന്റെ വലിയൊരു പങ്ക് കത്തിത്തീർന്നുപോയി. ഉടനെ സ്വാഭാവികമായും ജനം ഇളകി വശാവുമല്ലോ. ഇതാരാണ് കത്തിച്ചത്, ആരാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന് അന്വേഷിക്കും. അപ്പൊ അങ്ങനെ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ പതുക്കെ ആളുകളൊക്കെ അടക്കം പറയാൻ തുടങ്ങി, വേറെ ആരുമല്ല, നീറോ തന്നെയാണ് ഇത് കത്തിച്ചത് എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. ആളുകൾ പതുക്കെ ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് പറയാൻ തുടങ്ങിയെങ്കിൽ പിന്നീട് ഈ തീ പിടിച്ചതുപോലെ തന്നെ നീറോയാണ് ഇതിന് ഉത്തരവാദി എന്ന വാർത്തയും ഇതിനകത്ത് ഇങ്ങനെ പടരാൻ തുടങ്ങി. ശരിക്കും നീറോ തന്നെയാണ് കത്തിച്ചതെന്നാണ് പല ചരിത്രകാരന്മാരും അന്നത്തെ ചരിത്രകാരന്മാരും പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനത്തെ ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. ഈ റോം കത്തുമ്പോൾ നീറോ വീണ വായിച്ചിരുന്നു എന്നൊരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ അത് കത്തുന്ന കണ്ട് മട്ടുപ്പാവിലിരുന്ന് ആസ്വദിച്ച്, നമുക്കൊരു ചേതമില്ലോ, വെറുതെ മനുഷ്യർ അവിടെ നിന്ന് കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുമല്ലേ, എല്ലാം കത്തിപ്പോകുന്നു. അങ്ങനെ ഒരു നശിപ്പിക്കുന്നത് കണ്ട് ആസ്വദിക്കുന്ന ടൈപ്പ് ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം എന്ന കാരണത്താൽ ആളുകൾക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത്രയും ദുഷ്ടനായ ഇവൻ തന്നെയായിരിക്കും ഇത് കത്തിച്ചിട്ടുണ്ടാവുക എന്ന് അവർക്കറിയായിരുന്നു. അതുകൊണ്ട് ആളുകൾ ഇത് പെട്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇത് പതുക്കെ രാജാവിന് സ്വാഭാവികമായും ധാരാളം ചാരന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവര് പെട്ടെന്ന് ഒന്ന് രാജാവിന്റെ അടുത്ത് പറഞ്ഞു, ചക്രവർത്തി അങ്ങാണ് ഇത് കത്തിച്ചതെന്നാണ് എല്ലാവരും പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെയാണ് അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്? ജനം മുഴുവനും ഇളകിക്കഴിഞ്ഞാൽ അത് സിംഹാസനത്തെ ബാധിക്കും. ചക്രവർത്തിയെ തന്നെ മറിച്ചിടാവുന്ന വിധത്തിൽ, എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയുടെ സൈന്യത്തിന് പ്രതിരോധിക്കാൻ കഴിയാത്തതുപോലെ ജനം ഇളകി വന്നാൽ രാജ്യവും രാജ്യഭരണവും തകിടം മറിയപ്പെടും. അപ്പോ അതിനെ പെട്ടെന്ന് തടയേണ്ട ആവശ്യമുണ്ട് എന്ന് ചക്രവർത്തിക്ക് മനസ്സിലായി. അപ്പൊ പെട്ടെന്ന് ചക്രവർത്തി എന്ത് ചെയ്യുന്നറിയാമോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ചക്രവർത്തി കിട്ടിയ അഡ്വൈസ് ഉപയോഗിച്ചായിരിക്കാം നീറോ പെട്ടെന്ന് വേറെ തീരുമാനം എടുത്തു.
ഒരിരയിട്ട് കൊടുത്താൽ മതി. നമ്മുടെ നാട്ടിലേക്ക് ഇന്നും പലപ്പോഴൊക്കെ ചിലപ്പോൾ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ചകത്തിടുക എന്നൊക്കെ പറയുന്നത് പോലെ ആരെങ്കിലും ഒരാളെ പിടിച്ചു കൊടുത്താൽ ചിലപ്പോഴൊക്കെ നമുക്ക് കാണാം ജനം മുഴുവൻ ഇളകി ഒരു കുറ്റവാളിയെ പിടികൂടണമെന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു കുറ്റവാളിയെ ആളുകളുടെ മുമ്പിൽ ഹാജരാക്കി തന്നെ മോബ് ജനക്കൂട്ടം ശാന്തമാകും എന്നതുപോലെ ഈ നീറോ ഉപയോഗിച്ച ഒരു തന്ത്രമായിരുന്നു. നീറോ പറഞ്ഞു, ഞങ്ങളാരുമല്ല, ക്രിസ്ത്യാനികളാണ് ഇത് കത്തിച്ചത് എന്ന് പറഞ്ഞു. ക്രൈസ്തവരാണ് കത്തിച്ചത്. അപ്പൊ എന്തുണ്ടായി? സമൂഹം മുഴുവനും ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞു. ഇവര് പ്രത്യേക വിധത്തിൽ ജീവിക്കുന്നു, ഇവര് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നൊക്കെ മാറി ഒതുങ്ങി ജീവിക്കുന്നു. അവരുടെ ഇടയ്ക്ക് കുറെ എന്തൊക്കെ രഹസ്യങ്ങളുണ്ടെന്ന് ആളുകൾക്കറിയാം. ഇവര് പല സ്ഥലത്ത് പാത്തു പതുങ്ങിയൊക്കെ ജീവിക്കുന്നു, അവിടെ പോയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. മണ്ണിനടിയിലുള്ള ഈ ഭൂഗർഭ അറകളിൽ ശവകുടീരങ്ങളുടെ അകത്ത് അവർ പോയിരിക്കുന്നു, ഏതാണ്ടൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇവരെന്ത് മൊത്തത്തിൽ നിഗൂഢതയാണ്. ഇവര് വരാനിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നു. അപ്പൊ മിക്കവാറും ഇവര് തന്നെ ആയിരിക്കും ഇത് കത്തിച്ചിട്ടുണ്ടാവുക എന്ന് ജനക്കൂട്ടം പെട്ടെന്ന് വിചാരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്തുണ്ടായി? ജനം മുഴുവനും ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞു. ഒപ്പം ഈ ചക്രവർത്തി ക്രൂരമായ മർദ്ദമർദ്ദനം അങ്ങോട്ട് ഭയങ്കരമായിട്ട് അഴിച്ചുവിട്ടു. ഈ ക്രിസ്ത്യാനികളിലെ ബഹുഭൂരിപക്ഷവും പാവപ്പെട്ട മനുഷ്യരായിരുന്നു. എന്ന് പറഞ്ഞാൽ അധികാരമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരായിരുന്നു. കുറച്ച് ഇത്തിരി പ്രഭു കുടുംബങ്ങളോ അങ്ങനത്തെ വലിയ ആളുകളോ ഒക്കെ ആ കൂട്ടത്തിനകത്ത് ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ വലിയ ഭൂരിപക്ഷം ആളുകളും സ്വാധീനശക്തി ഇല്ലാത്ത, എതിർക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട മനുഷ്യരും ദരിദ്രരും രോഗികളും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ചേരുന്ന ചെറിയ ഒതുങ്ങിയ ഗ്രൂപ്പായിരുന്നു. അപ്പൊ അവര് വല്ലാതെ പീഡിപ്പിക്കപ്പെടാൻ തുടങ്ങി. പിന്നെ പോരാത്തതിന് അവര് നോക്കുമ്പോൾ ഇവര് വേറൊരു തരത്തിലാണ് ജീവിക്കുന്നത്. ഇവര് രാജാവിനെ വണങ്ങുന്നില്ല, അവരുടെ ക്ഷേത്രങ്ങളിൽ പോകുന്നില്ല, ഇവരുടെ വിരുന്നിനകത്തൊന്നും അവർ പങ്കെടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ അയലോക്കംകാരായിരുന്നു, ക്രിസ്ത്യാനിയായി. പിന്നെ ഇവർ വിരുന്നിന് വിളിക്കുമ്പോൾ അവരുമില്ല. കാരണം എന്താണ്? ഇവരുടെ വിരുന്നിനകത്ത് പലതരത്തിലുള്ള എന്താ പറയാ മധുരോത്സവങ്ങൾ, തിന്മകൾ, മദ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ അത്തരം തിന്മകളിലേക്ക് പോകുന്നില്ല. വിജാതി ആഘോഷങ്ങൾ അതിനകത്തേക്ക് പോകുന്നില്ല. അതുപോലെ വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോഴൊക്കെ അതിനകത്ത് ഒത്തിരി മനുഷ്യക്കുരുതികൾ, നരബലികൾ ഇതൊക്കെ നടക്കുന്നു. അപ്പൊ അവരതിനകത്ത് പോകുന്നില്ല. ഇങ്ങനെ ഇതെല്ലാം കൂടി ഇതൊന്നും പോരാഞ്ഞിട്ടോ ഇവിടെ കടയിൽ നിന്ന് ഒരു സാധനം പോലും നേരവേ മേടിക്കുമായിരുന്നില്ല. കാരണം എല്ലാം ഈ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണമാണ്, മാംസമാണ് വിൽച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് ഇവര് പോയിട്ട് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച് മേടിക്കാൻ അവർക്ക് മടി. അപ്പൊ അവർ കഴിയുന്നിടത്തോളം പട്ടിണി കടന്നും, അല്ലാത്ത എന്തെങ്കിലും കിട്ടിയാൽ ഭക്ഷിച്ചും ഒക്കെ ആയിട്ട്. അപ്പൊ അവർ നോക്കുമ്പം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് എൻറ്റയർലി മാറി നിൽക്കുന്ന ഒരു കൂട്ടം ആള്. ഇതൊന്നും പോരാഞ്ഞിട്ട് അവരെക്കുറിച്ച് ഒത്തിരി കഥകൾ, കെട്ടുകഥകൾ, ഭീകരകഥകളൊക്കെ അന്ന് പ്രചരിച്ചിരുന്നു. അതിനകത്ത് വളരെ പ്രസിദ്ധമായ ഒരു കഥ ഈ ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തുന്നതെന്നറിയാമോ? അതിങ്ങനെയാണ്. ഇവര് ഇങ്ങനെ പറഞ്ഞു വരുത്തിയിരുന്നു, ഈ ക്രിസ്ത്യാനികൾ എന്താ ചെയ്യുന്നറിയാമോ? ഇവർ ഈ രഹസ്യത്തിൽ ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടിക്കുമ്പോൾ എന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കുഞ്ഞു ശിശുവിനെ, ഒരു കുഞ്ഞു കൊച്ചിനെ എടുത്തുകൊണ്ട് പോയിട്ട് ആ കൊച്ചിന്റെ മേത്ത് മുഴുവനും മാവ് പുരട്ടും. ഇവര് വിശുദ്ധ കുർബാന, അപ്പം, ഇത് കർത്താവിന് ശരീരമാകുന്നു എന്നൊക്കെ എന്താ പറഞ്ഞൊക്കെ അവിടെ നിന്ന് മുറി കേട്ടിട്ടുണ്ട്. ഇവര് നാട്ടില് പ്രചരിച്ച ഒരു കഥയാണ്. ഇവര് കൊണ്ടുപോയിട്ട് ഒരു കൊച്ചിനെ എടുത്തിട്ട് ആ കൊച്ചിന്റെ മേത്ത് മുഴുവനും മാവ് പുരട്ടും. എന്നിട്ട് അതിന്റെ പ്രധാനപ്പെട്ട ഈ പുരോഹിതൻ, ഈ ക്രിസ്ത്യാനികളുടെ പ്രധാനപ്പെട്ട പുരോഹിതൻ ആ കുഞ്ഞിന്റെ ഹൃദയമൊക്കെ കുത്തിപ്പിളർന്ന് ആ ഹൃദയമൊക്കെ എടുക്കും. എന്നിട്ട് അതിനെ പച്ചയ്ക്ക് തിന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കഥയൊക്കെ ഇറക്കി. ഇങ്ങനെയൊക്കെയാണ് ആദിമസഭയെക്കുറിച്ച് ഈ ജനത്തിന്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടും വിചാരമൊക്കെ. അപ്പൊ അതുകൊണ്ട് അവരുടെ മുമ്പിലും ഇവരൊത്തിരി മാറ്റി നിർത്തപ്പെട്ടവരും അവജ്ഞതയോടുകൂടെ കാണുന്നവരും വെറുപ്പിന്റെ ഇരകളും ഒക്കെ ആയിരുന്നു അവര്. അതോടൊപ്പം തന്നെ ഈ ചക്രവർത്തി ഭയങ്കരമായ മതമർദ്ദനം അഴിച്ചുവിട്ടു. ഈ നീറോ ചക്രവർത്തിയുടെ മരണം എങ്ങനെയായിരുന്നു അറിയാം? ആത്മഹത്യയായിരുന്നു. അവസാനം AD 68 നീറോ ചക്രവർത്തി ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യ ചെയ്യുന്നത് വരെ ഈ മതമർദ്ദനം ഭയങ്കര ഭീകരമായിട്ടാണ്. ആ കാലഘട്ടത്തിലാണ് പൗലോസ്ലീഹായും പത്രോസ്ലീഹായും ഒക്കെ കൊല്ലപ്പെടുന്നതൊക്കെ ആ കാലഘട്ടത്തിലാണ്. ഈ 68 അകത്തുള്ള കാലഘട്ടത്തിലാണ്, ഈ മതമർദ്ദന കാലഘട്ടത്തിലാണിത് കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം. ഇനി അതിനുശേഷം പിന്നെ പല ചക്രവർത്തികൾ, ഈ വെസ്പിയാൻ പോലത്തെ ചക്രവർത്തികൾ വന്നു. അതിനൊക്കെ ശേഷം പിന്നീട് ഒരു 80s ഒക്കെ ആയപ്പോഴേക്കും, ഒരു 81-96 കാലഘട്ടത്തിലാണ്, AD 81-96 കാലഘട്ടത്തില് ഡൊമീഷ്യൻ എന്ന് പറയുന്ന ഒരു രാജാവ് വന്നു. അവനായിരുന്നു ഏറ്റവും ഭീകരനായ രാജാവ്. നീറോയെ പോലെയോ അതിനേക്കാൾ വലിയവനോ. നീറോ ഒരു ഭ്രാന്ത് പിടിച്ചവനായിരുന്നെങ്കിൽ ഇവൻ തനി പിശാചിനെ പോലെ ആയിരുന്നു എന്നാണ് ഈ ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തുന്നത്. ഡൊമീഷ്യൻ ഈ ഡൊമീഷ്യൻ ശക്തമായ മതമർദ്ദനം അഴിച്ചുവിട്ടതിന്റെ പുറകിലുള്ള കാര്യം എന്തായിരുന്നു അറിയാമോ? കാര്യം ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവ വിരുദ്ധതയായിരുന്നില്ല എന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. പകരം രാജ്യത്തെ ഏകോപിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു.
രാജ്യത്തെ ഏകോപിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പം റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് 3 ഭൂഖണ്ഡങ്ങൾ നിറഞ്ഞു വന്ന രാജ്യമാണ്. ഇതിനെ മൊത്തത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞൊന്നും അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇത് ഇന്നത്തെ പോലെ വാഹന സൗകര്യമോ കമ്മ്യൂണിക്കേഷനോ ഒന്നും ഇല്ലല്ലോ. ദൂതന്മാരെ കിട്ടിയ ഓരോ കാര്യം നടക്കാൻ പറ്റുള്ളൂ. അപ്പം 3 ഭൂഖണ്ഡങ്ങൾ നിറഞ്ഞു കിടക്കുന്ന അതിബൃഹത്തായ ഒരു സാമ്രാജ്യത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ വേണ്ടത് എന്താണ്? ഒരു മതത്തിന്റെ കെട്ടുറപ്പ് വേണം. ഇത് അന്നും ഇന്നും ഒക്കെ പലർക്കും അറിയാവുന്ന, ഇന്ത്യയിൽ പോലും അതുകൊണ്ടാണ് ഒരു മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണം നേടാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും നമ്മൾ കാണാറുണ്ടല്ലോ. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും അത് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ചരിത്രത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ പരീക്ഷിക്കപ്പെട്ട ഒരു ഭയങ്കര വലിയൊരു പരീക്ഷണമായിരുന്നു റോമിന് ഒരു മതം ഉണ്ടാവുക, റോമിൻ്റെതായ ഒരു മതം ഉണ്ടാവുക, ആ മതത്തിനകത്ത് എല്ലാവരും വിശ്വസിക്കുന്നവരാകുക. അപ്പൊ പിന്നെ രാജ്യം ഒരുമിച്ച് നിൽക്കും. അപ്പം ഒരു മതം ഒരു രാജ്യം, അപ്പൊ അതിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടാവത്തില്ല. എന്നാൽ 2-3 മതങ്ങളാണ് തമ്മിൽ കലഹവും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പം എന്ത് വേണം, എങ്ങനെയാണ് ഈ മതം ഉണ്ടായിരിക്കേണ്ടതെന്ന് ഇവർ കണ്ടുപിടിച്ച ഒരു രീതിയോ അല്ലെങ്കിൽ ഉണ്ടായി വന്നതോ എങ്ങനെയെന്ന് അറിയാമോ? റോമിനെ തന്നെ ദൈവമാക്കി, അഥവാ ദേവതയാക്കി. റോമൻ ദേവത, റോമ ദേവത, ഗോഡസ് ഓഫ് റോം, റോം തന്നെയാണ്, ആ സ്റ്റേറ്റ് തന്നെയാണ് ദേവത എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഈ റോമാ ദേവതയ്ക്ക് വേണ്ടിയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. BC 195 മുതലേ ഈ റോമ ദേവതയുടെ ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം. അങ്ങനെ ഈ ഡൊമീഷ്യൻ കുറച്ചുകൂടെ ശക്തമായിട്ട് ഈ പറഞ്ഞ സാമ്രാജ്യത്വ സ്വഭാവമുള്ള മതത്തെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തി. ഇനി ഡൊമീഷ്യൻ എന്താ ചെയ്യുന്നറിയാമോ? ഈ ഒരു 2 നൂറ്റാണ്ട് മുൻപേ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ റോമൻ സ്റ്റേറ്റിനെ ആരാധനയെങ്കിൽ ഈ ഡൊമീഷ്യൻ ചെയ്തതെന്നറിയാമോ? ഒന്നുകൂടെ കടന്നിട്ട് രാജാവാണ് ദൈവം എന്ന് പറയാൻ തുടങ്ങി. രാജാവാണ് ദൈവം എന്ന് പറയാൻ തുടങ്ങി. അതിന് ഈ പതുക്കെയാണ് രൂപപ്പെട്ടത്. ഈ റോമൻ സെനറ്റ് ഒരിക്കൽ ഈ ജൂലിയസ് സീസറിനെ ദൈവമായി പ്രഖ്യാപിച്ചിട്ടൊക്കെയുണ്ട്. ജൂലിയസ് സീസർ നമുക്കറിയാം, ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ്. ജൂലിയസ് സീസർ ദൈവമാണ് എന്ന് പറയും, ദൈവമായി അയാളെ പ്രഖ്യാപിക്കുന്ന പരിപാടികളൊക്കെ ഒരു കാലത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാമത്തിൽ ക്ഷേത്രം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സമാധാനം സ്ഥാപിക്കുകയും ഒക്കെ കുറെ പരിപാടികൾ അങ്ങനെ ചരിത്രത്തിൽ നടന്നു പോയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ഡൊമീഷ്യന് ഒരു കാര്യം മനസ്സിലായി. അതായത് രാജാവ് ദൈവമാണെങ്കിൽ ജനം മുഴുവനും ബഹുമാനിക്കുക മാത്രമല്ല ആരാധിക്കുകയും ചെയ്യും. രാജാവ് പറഞ്ഞേക്കാളും ശകലം കൂടി ഒരു ബലം ഉണ്ടല്ലോ ദൈവം പറയുന്നതിന്. അപ്പൊ അതുകൊണ്ട് ഡൊമീഷ്യൻ എന്ത് ചെയ്തു? തന്നെ ദൈവമായിട്ട് പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ കർത്താവും ദൈവവും എന്ന് ഡൊമീഷ്യനെ അഭിസംബോധന ചെയ്യണമെന്നാണ് ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചത്. എന്റെ കർത്താവും എന്റെ ദൈവവും. തോമസ് ശ്ലീഹ എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന് ആണ് ഈശോയെ വിളിക്കുന്നത്. ഏറ്റവും ഉന്നതമായ തീവ്രമായ വിശ്വാസ പ്രഖ്യാപനമാണ്. ഈ വിശ്വാസ പ്രഖ്യാപനം ഡൊമീഷ്യൻ ചക്രവർത്തി എനിക്ക് തരണം എന്ന് അവകാശപ്പെട്ടു. ഇനി മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഈ ചക്രവർത്തിയുടെ വിളംബരങ്ങളൊക്കെ ആരംഭിക്കുന്നതിന്റെ ഫസ്റ്റ് വേർഡിങ് കർത്താവും ദൈവവുമായ ഡൊമീഷ്യൻ അരുൾ ചെയ്യുന്നു, കൽപ്പിക്കുന്നു എന്ന മട്ടിലൊക്കെയായി മാറി. ഇനി എന്ന് മാത്രമല്ല, എല്ലാവരും ഈ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഡൊമീഷ്യന്റെ സ്റ്റാച്യുവിന്റെ മുൻപിൽ വന്ന് ടൗണിൽ ഒരുമിച്ച് കൂട്ടി സ്റ്റാച്യുവിന്റെ മുമ്പിൽ വന്നിട്ട് ധൂപം അർപ്പിക്കണമെന്നും സീസർ കർത്താവും ദൈവവുമാകുന്നു എന്ന് ഏറ്റുപറയണമെന്നൊക്കെ കൽപ്പിച്ചു. വർഷത്തിൽ ഒരിക്കൽ അങ്ങനെ വന്ന് പറയുന്നതിന് അവർക്കൊരു പ്രശ്നം ഉണ്ടായില്ല. കാരണം എന്താണ്? അവർക്ക് ആയിരക്കണക്കിന് ദൈവങ്ങളുണ്ട്. ഈ ഗ്രീക്സുകാർക്ക് ധാരാളം ദൈവങ്ങളുണ്ട്. അരിയപ്പാഗസൊക്കെ അതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കണക്കിന് ദേവന്മാരുടെ ഇടയ്ക്ക് ഈ രാജാവും കൂടെ ദൈവം ആയിക്കോട്ടെ, ഓറം കൂടെ ആയിക്കോട്ടെ, നമുക്കിപ്പോ എന്ത് ചെയ്യണം? അവർ വളരെ ഹാപ്പി ആയിട്ട് എന്നാ പിന്നെ അതിനും 2 ധൂപമൊക്കെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ധൂപമൊക്കെ അർപ്പിച്ച് അങ്ങനെ ചോദിച്ചു. പക്ഷേ ക്രിസ്ത്യാനികളുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. അവർ ശരിക്കും പെട്ടു. കാരണം ഈ ചക്രവർത്തി ഇതുപോലെയൊക്കെ ചെയ്യാൻ ആവശ്യപ്പെടുന്ന മറ്റുള്ളവർക്ക് പ്രശ്നമില്ലെങ്കിലും ക്രൈസ്തവർക്ക് എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന് വിളിക്കാൻ ഈശോയെ മാത്രമേ പറ്റുള്ളൂ. എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് വിളിക്കാൻ ഈശോയെ മാത്രമേ പറ്റൂ. അതുകൊണ്ട് അവർ ഒരിക്കലും രാജാവിന്റെ സ്റ്റാച്യുവിനെ ഒന്നും അങ്ങനെ കാണാൻ ഉദ്ദേശിച്ചേയില്ല. അതിന്റെ പേരിൽ മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു. ഭീകരമായ മതമർദ്ദനം നടന്നു. എന്ന് പറഞ്ഞാൽ റോമിന്റെ പ്രധാനപ്പെട്ട ആപ്പിയ അന്തിക്ക എന്ന് പറയുന്ന ആ പ്രധാന വീതിയിൽ പോലും അതിന്റെ 2 വശത്തുമായിട്ട് ഏതാണ്ട് 12 ലക്ഷം ക്രൈസ്തവരെ പച്ചയ്ക്ക് കത്തിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 12 ലക്ഷം ക്രൈസ്തവരെയൊക്കെ പച്ചയ്ക്ക് കത്തിച്ചിട്ടുണ്ടെന്ന്. എന്തായിരിക്കും അതിന്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതുപോലത്തെ കൊടിയ മതമർദ്ദനം ഇവര് അഴിച്ചുവിടാൻ തുടങ്ങി. എന്നിട്ടോ ഈ വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ തുടങ്ങി, കത്തിക്കാൻ തുടങ്ങി. അതുപോലെ പ്രത്യേകിച്ച് സഭാ അധികാരികളെ,
പിതാക്കന്മാരെ ഒക്കെ തെരഞ്ഞു പിടിച്ച് ക്രൂരമായി പരസ്യമായി ക്രൂരമായി വധിക്കാനൊക്കെ തുടങ്ങി. ഈ യോഹന്നാനെയൊക്കെ എണ്ണയ്ക്കകത്തിട്ട് മുക്കിയ സ്ഥലമൊക്കെ അവിടെ റോമിലുണ്ട്. അങ്ങനെ ക്രൂരമായിട്ട്. എന്നാൽ കാരണം അത് കണ്ടു നിൽക്കുന്നവരാരും ഇനി ഒരിക്കലും ഇതിലേക്ക് പോകരുത് എന്ന് അവരാഗ്രഹിച്ചു. അതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമയം. ഇനി മറുവശത്ത് എന്ത് സംഭവിച്ചു? അപ്പം ക്രൈസ്തവരിൽ വലിയൊരു ശതമാനം ആളുകൾ എന്തു വന്നാലും സാരമില്ല, മരിക്കാലും ശരി, കർത്താവിനെ വിട്ടിട്ടൊരു പരിപാടിയില്ല, ഇവനെ ഒന്നും ആരാധിക്കുന്ന പരിപാടിയില്ല എന്ന് തീരുമാനിച്ച ക്രൈസ്തവര് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ കൊടുക്കാനൊക്കെ തയ്യാറായി. മറുവശത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? വിശ്വാസം ഉണ്ടായിരുന്ന ക്രൈസ്തവരിൽ ചെറിയൊരു വിഭാഗം അല്ലെങ്കിൽ ഒരു വിഭാഗം തിരിച്ചു ചിന്തിച്ചു. വിശുദ്ധത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, വിഗ്രഹങ്ങളെന്നൊന്നില്ല, അവയൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്, ഏക ദൈവം അല്ലാതെ ഒരു ദൈവമില്ല എന്നൊക്കെ പറയണല്ലോ. പിന്നെ ഇവനെങ്ങനെ ദൈവമാവാനാണ്? ഒരു സ്റ്റാച്യു, ഒരു കല്ല് അവിടെ ഇരുന്ന അത് ദൈവമൊന്നുമല്ലോ. ദൈവം അല്ലാത്തൊരു സാധനത്തിന് മുമ്പിൽ കൊണ്ട് കുറച്ച് പുക ഇങ്ങനെ ആട്ടിയാൽ എന്നാ കുഴപ്പം എന്ന് വിചാരിച്ച് അതിന് അനുകൂലിച്ച കുറെ ക്രൈസ്തവർ വേറെ വഴിക്ക്. എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേനെ ഇവനെ പറ്റിച്ചിട്ട് നമുക്ക് ജീവിക്കാം, കർത്താവാണ് നമ്മുടെ ദൈവം നമുക്കറിയാലോ, വാക്കുകൊണ്ട് ചുമ്മാ പറഞ്ഞാൽ പോരെ എന്ന മട്ടിൽ ബാഹ്യമായ വിശ്വാസത്യാഗം നടത്തിയവര്, ബാഹ്യമായ ഉള്ളു വിശ്വാസം ഉണ്ടായിരുന്നു, ബാഹ്യമായ വിശ്വാസത്യാഗം നടത്തിയവര്, ഇനി വിശ്വാസം തന്നെ ഉപേക്ഷിച്ചവര്, ഇങ്ങനെ 2-3 ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായി. ഈ ബാഹ്യമായ വിശ്വാസത്യാഗം നടത്തിയവര് സഭയ്ക്ക് അധികാരമൊക്കെ കിട്ടി ഇപ്പൊ തിരിച്ചു വരികയും അവരെ എടുക്കണോ വേണ്ടോ എന്നുള്ള ചർച്ചകൾ പിന്നീട് നടക്കുകയൊക്കെ ചെയ്ത ഒരു ചരിത്രം അതിനകത്തുണ്ട്. എന്തായിരുന്നാലും ഈ പറഞ്ഞതുപോലെ വളരെ ക്രൂരമായ മതമർദ്ദനം, അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ചന്തയിൽ വിൽക്കുന്ന സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും പറ്റാണ്ടായി, അവർക്ക് തൊഴിൽ ചെയ്യാൻ പറ്റാണ്ടായി, ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടായി എന്ന് തുടങ്ങി ജീവിതം വഴിമുട്ടി ക്ലേശകരമായ വാളിന്റെ തുമ്പത്ത് അടുത്തൊരു നിമിഷം ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തതുപോലത്തെ പീഡനങ്ങളിലൂടെയാണ് ആദിമസഭ കടന്നുപോയത്. അപ്പോ അങ്ങനെ കടന്നു പോകുന്ന ഒരു ആദിമസഭയുടെ ആധിയും വ്യാധിയും സഹനവും സഹനത്തിലെ പ്രത്യാശയും ഈ പീഡനങ്ങൾക്കപ്പുറത്തുള്ള നിത്യരക്ഷയും ഒക്കെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈ വെളിപാട് പുസ്തകത്തിന്റെ പശ്ചാത്തലമാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധത്തിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങ് അവസാനിപ്പിക്കുക ചെയ്തത്. ഞാൻ അതിന്റെ അടയാളങ്ങൾ പറഞ്ഞെന്ന് വിചാരിച്ചിരുന്നു, അധികം അതിലോട്ട് കയറാൻ പറ്റിയില്ല. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ സാഹിത്യ രൂപത്തെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും പറയും. അത് ഭയങ്കര രസമുള്ളതായിരിക്കും. എന്താണ് നമ്പറുകൾ, എന്തൊക്കെയാണ് ഓരോ നമ്പറുകൾ, എന്തിനെ സൂചിപ്പിക്കുന്നതാണ്, ഓരോ കാര്യം. ഉദാഹരണത്തിന് നമ്പർ എന്ന് പറഞ്ഞാൽ 7 എന്ന് പറഞ്ഞ നമ്പർ എന്താണ്, 4 എന്ന് പറഞ്ഞ നമ്പർ എന്താണ്, നിറങ്ങൾ എന്താണ്, ചുവപ്പ് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു, കറുപ്പ് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു, ധൂമ്രവർണ്ണം സ്വർണ്ണനിറം എന്തിനെ സൂചിപ്പിക്കുന്നു, ഈ വ്യക്തികൾ ചില ആളുകളെ കുറിച്ച് പറയും, ചില മൃഗങ്ങളെ കുറിച്ച് പറയുന്നു, കുഞ്ഞാട്, സ്ത്രീ, വേശ്യ, ജീവികൾ, വസ്തുക്കളാണ്, കിരീടം, സിംഹാസനം, ഇങ്ങനെ തുടങ്ങുന്ന സാധനങ്ങൾ, അതുപോലെ തല, ചിറക്, കണ്ണ്, മൂക്ക് എന്നൊക്കെ പറയുന്ന ഒത്തിരി അടയാളങ്ങൾ, പ്രതീകങ്ങളുണ്ട്. ഇവയൊക്കെ എന്താണ് എന്ന് അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പം നമുക്ക് അന്നേരം അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് അക്ഷരം പഠിച്ചാൽ വായിക്കാൻ പറ്റുന്നത് പോലെ ഒരു പരിധി വരെ നമുക്ക് ഈ അടയാളങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വെളിപാട് പുസ്തകം നമുക്ക് കുറച്ചുകൂടി അർത്ഥപൂർണ്ണമായി വായിക്കാൻ നമുക്ക് പറ്റും. അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ആയിക്കട്ടെ. നമ്മുടെ ഈസ്റ്റേൺ സഭകള് അവരുടെ കാനോനില് ഈ വെളിപാട് പുസ്തകം ചേർത്തിട്ടില്ലായിരുന്നു എന്ന് ഞാനിങ്ങനെ കേട്ടു. അതിന്റെ കാരണം എന്താണ്? പിന്നീട് ചേർത്തോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കത്തോലിക്ക സഭ ഏതായാലും ചേർത്തിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഈ ഇസ്രായേലിന്റെ രക്ഷയെപ്പറ്റി ഒരു കൺഫ്യൂഷൻ ഈയിടെ ഞാനൊരു അച്ഛന്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, അത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയിരുന്നത് പുതിയ ഇസ്രായേലായിട്ട് സഭയാണ്, അതുകൊണ്ട് അത് കണ്ടിന്യൂവേഷൻ തിയറി എന്നുള്ള ഇതാണ്. പക്ഷേ കണ്ടിന്യൂവേഷൻ തിയറി റീപ്ലേസ്മെന്റ് തിയറി എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ചിലർ കണ്ടിന്യൂവേഷൻ തിയറി പറയുന്നുണ്ട്, അതായത് ഈ ഇസ്രായേലാണ്, സഭയാണ്. അപ്പൊ ഇത് രണ്ടും ഏതാണ് ശരി? ആദ്യത്തേത് അത് ശരിയാണ്. അങ്ങനെ ഒരു ചരിത്രം ഉണ്ട്. ഈ ഈസ്റ്റേൺ ചർച്ചസ് വെളിപാട് പുസ്തകത്തെ അങ്ങനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇതൊക്കെ ഏതാണ്ട് രൂപീകരണ കാലഘട്ടത്തിന്റെ ഭാഗമാണ്. അപ്പം ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ വെളിപാട് പുസ്തകത്തെ അവർക്ക് ശരിയായ വിധത്തിൽ ഗ്രഹിക്കാൻ കഴിയാത്തതിന്റെ പശ്ചാത്തലത്തിലൊക്കെ ആയിരിക്കാം. അത് ഏത് കാരണത്താലാണ് എന്ന് കൃത്യമായി പറയുക എന്നതിനേക്കാൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്നതൊരു വാസ്തവം തന്നെയാണ്. ഇപ്പോൾ പൊതുവെ എല്ലാവരും വെളിപാട് പുസ്തകത്തെക്കൂടി കൂടി ഉൾക്കൊള്ളുന്ന വിശ്വഗ്രന്ഥത്തെ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പൊതുവിലാണ് ഞാൻ പറഞ്ഞത് എന്നാണ് അതിനെക്കുറിച്ച് പറയാവുന്നത്. ഇനി രണ്ടാമത്തെ ഇസ്രായേലിന്റെ രക്ഷ എന്ന് പറയുന്ന കാര്യമാണ്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ 2 തരത്തിലായി ഇസ്രായേലിനെ മനസ്സിലാക്കണം. ഒന്ന് തിയോളജിക്കലി, 2 പൊളിറ്റിക്കലി. നമുക്ക് പൊളിറ്റിക്കലി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത് മറ്റെല്ലാ രാജ്യങ്ങൾക്കും ബാധകമായ അതേ കാര്യമാണ്. കർത്താവായ ഈശോ മിശിഹായിൽ വിശ്വസിക്കാതെ ആരും രക്ഷ പ്രാപിക്കുന്നില്ല. അഥവാ ആര് രക്ഷ പ്രാപിച്ചാലും ആ രക്ഷ ഈശോ മിശിഹായിലൂടെയാണ്. അപ്പം ഇസ്രായേലിന്റെ സ്ഥിതി എന്താണ്? 2 ചോദ്യങ്ങൾ അതിനകത്ത് വരാം. ഒന്ന്, ഇസ്രായേൽ
പൂർവ്വകാലത്ത്, അതായത് ഈശോയുടെ കാലത്ത് കർത്താവിനെ കൊല്ലാൻ മുൻപിൽ നിന്നതിന്റെ ശാപവും അവർ തന്നെ പറഞ്ഞു, ഇതിന്റെ ശാപം അത് ഞങ്ങളുടെ തലമുറകളുടെ മേലും വീണോട്ടെ എന്ന് അവർ തന്നെ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ആ ശിക്ഷ അവർക്ക് എന്നും ഉണ്ടാകും എന്ന് കരുതുന്ന ആളുകളുണ്ട്. മറുവശത്ത് അത് അന്നത്തെ കാലത്ത് ആൾക്കാരങ്ങനെ പറഞ്ഞു എങ്കിലും കർത്താവിന് പ്രിയപ്പെട്ട ജനം എന്നും ഇസ്രായേലാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. സഭ തന്റെ പ്രബോധനങ്ങളിലൊക്കെ പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യം, ഇസ്രായേൽ ജനത്തിനെ ഒന്നടങ്കം, യഹൂദരെ ഒന്നടങ്കം കർത്താവിന്റെ മരണത്തിന് കുറ്റക്കാരെന്ന് വിധിക്കാൻ പാടില്ല എന്നാണ്. രണ്ട് കാരണം അതിനകത്തുണ്ട്. ഒന്നാമത്തേത്, യഹൂദരുടെ ഇടയ്ക്ക് നിന്ന് തന്നെയാണ് അപ്പസ്തോലന്മാരും മറ്റാളുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് യഹൂദ വംശം അതിൽ തന്നെ മൊത്തത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടാമത്, അന്ന് ആ ഹിസ്റ്ററിയുടെ ഒരു പെർട്ടിക്കുലർ കാലഘട്ടത്തിൽ ഈശോയുടെ സമകാലീനരായി ആ നേരത്തുണ്ടായിരുന്ന കുറച്ച് ആളുകൾ മാത്രം, യഹൂദൻ എന്ന് പറഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്, ആ കുറച്ചാളുകൾ, അതും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകളെന്നോ തെറ്റിദ്ധരിച്ച ആളുകളെന്നോ പറയാവുന്ന ഒരു കൂട്ടം ആളുകൾ അന്ന് അവർക്ക് ശരിയെന്ന് തോന്നുന്ന വിധത്തിൽ അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്ത ഒരു പ്രവൃത്തിയായിട്ടേ ഈശോയുടെ കുരിശുമരണത്തെ ഈശോയെ വധിക്കാൻ ഇടയാക്കിയതിനെ കാണേണ്ടതുള്ളൂ എന്ന് ആണ് സഭ ബോധ്യപ്പെടുന്നത്. ഈ രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, വെറുതെ ഒരു സമൂഹത്തെ കുറ്റപ്പെടുത്താതിരിക്കുക എന്ന് പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ, അത് ഏതാണ്ട് വലിയ പരിധി വരെ ശരിയുമാണ്. അവരന്വേഷിക്കേണ്ടതായിരുന്നു എന്നുള്ളതൊക്കെ കർത്താവിന്റെ വാക്കുകൾക്ക് അത് നിറച്ചുണ്ട്. എന്നാൽ പോലും അങ്ങനെയാണ് നമുക്ക് അവരെ കാണാം. അതുകൊണ്ട് ഇന്നത്തെ യഹൂദനെ കർത്താവിനെ കൊന്നവരുടെ ആൾക്കാര് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല, അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നതാണ്. ഇനി ഇസ്രായേൽ അഥവാ യഹൂദർ രക്ഷ പ്രാപിക്കുമോ എന്ന് ചോദിച്ചാൽ മറ്റെല്ലാവരെ കുറിച്ചും പറയുന്ന അതേ കാര്യമാണ്. അവർ ഈശോയെക്കുറിച്ച് അറിയാത്തതിനാലോ ഈശോയിൽ വിശ്വസിക്കാൻ അവർക്ക് കഴിയാത്തതിനാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആർക്കും ബോധ്യപ്പെട്ടില്ല. അവരന്വേഷിക്കാന്നോർത്ത് അന്വേഷിച്ചു, ബോധ്യപ്പെട്ടില്ല. അതിനാലാണ് അവർ വിശ്വസിക്കാതിരിക്കുന്നതെങ്കിൽ കർത്താവ് അവരെ കാണുന്നത് വേറെ വിധത്തിലായിരിക്കും. എന്നാൽ ഈശോയാണ് ഏകരക്ഷകനെന്നും തിരുസഭയാണ് ഏകരക്ഷാമാർഗമെന്നും അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും, അറിയുക മാത്രമല്ല ബോധ്യപ്പെടുകയും ചെയ്തിട്ടും ഈശോയിൽ വിശ്വസിക്കാതിരിക്കുന്ന യഹൂദനെന്നല്ല ആരും രക്ഷപ്പെടുകയില്ല എന്നാണ് നമുക്ക് പറയാവുന്നത്. ഇനി അതുകൊണ്ട് തന്നെ ഈ പൊളിറ്റിക്കലി ഇസ്രായേൽ എന്ന് പറയുന്നതിനെ നമ്മൾ തിയോളജിക്കലി ഇസ്രായേലുമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇസ്രായേലാണ്, ആ നാട്ടിലെ ജനമാണ്, ആ രാജ്യമാണ്. പക്ഷെ അതൊരു രാജ്യവും അവിടുത്തെ ആൾക്കാരുമാണ്. പക്ഷെ അവരുടെ പാരമ്പര്യത്തിനകത്ത് ഈ ഇസ്രായേലിന്റെ പാസ്റ്റ്, അവരുടെ യഹോവയോടുള്ള ബന്ധം, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ നിയമങ്ങളും കൽപ്പനകളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥം എപ്പോഴും ഇസ്രായേൽ എന്ന് സംസാരിക്കുന്നത് എപ്പോഴും ആ നാട്ടിലെ ആളുകളെ കുറിച്ച് മാത്രമല്ല, ദൈവം തെരഞ്ഞെടുത്ത ജനം എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ രണ്ട് തിയറികളും കണ്ടിന്യൂഷന്റെ കാര്യത്തിൽ റീപ്ലേസ് ചെയ്ത കാര്യത്തിലാണെങ്കിലും രണ്ട് തിയറികളും നിലനിൽക്കുന്ന അങ്ങനെയാണ്. സത്യത്തിൽ രണ്ടും നടന്നിട്ടുണ്ട്, റീപ്ലേസ് ചെയ്യുന്നു. കാരണം പഴയ നിയമത്തിലെ ഇസ്രായേൽ പുതിയ നിയമത്തിലെ സഭയാണ്. അതുകൊണ്ട് സഭ വരുന്നതോടുകൂടെ ദൈവത്തിന്റെ ഇസ്രായേൽ എന്ന് പറയാൻ ഇസ്രായേലിന് പറ്റില്ല. കാരണം ആ ഇസ്രായേലിനെ വളർത്തി പൂർത്തീകരിച്ച് സഭയാക്കി മാറ്റാനാണ് ഈശോ ദൈവം ഉദ്ദേശിച്ചത്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നവർ ഒരിക്കലും അതിന്റെ ഭാഗമാവുന്നില്ലല്ലോ. അപ്പം ഇസ്രായേൽ എന്ന് പറയുന്നത് സഭയുടെ ഒരു നിഴൽ മാത്രമായിരുന്നു എന്ന കാരണത്ത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ റീപ്ലേസ് ചെയ്യുമെന്ന് പറയുന്നതിനകത്ത് തടസ്സമില്ല. അതുപോലെ തന്നെ അതിന്റെ തുടർച്ചയാണെന്ന് പറയുന്നതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം എന്താണ്, ഇസ്രായേലാണ് സഭയായി മാറേണ്ടത് എന്നാണ് ഈശോ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ കൂട്ടിച്ചേർക്കപ്പെടേണ്ട ഒരു തായ്തണ്ടായിട്ട് അബ്രാമിക് ജനത, അബ്രാഹമിന്റെ മക്കൾ നിലനിൽക്കണം എന്നാണ് ആഗ്രഹിച്ചത്. അപ്പൊ അതുകൊണ്ട് രക്ഷയുടെ കാര്യത്തെക്കുറിച്ചും അങ്ങനെയാണ്. ഈ രണ്ട് തിയറികളും രണ്ട് പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ഒരുമിച്ച് മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് സഭയാണ് ഇസ്രായേലിന്റെ ഗോൾ എന്നാണ്. ഇസ്രായേലിന്റെ ലക്ഷ്യം സഭയാണ്. അപ്പൊ ലക്ഷ്യത്തിലെത്താൻ നിൽക്കുന്ന ഇസ്രായേൽ അത് പൂർണ്ണമാകുന്നില്ല. പൂർണ്ണത പ്രാപിക്കുന്ന സഭയുണ്ടായിരിക്കെ അപൂർണമായവയൊക്കെ അസ്തമിക്കുന്നു എന്നും കൂടെ അതിനെ കുറിച്ച് ചേർത്ത് വായിക്കാൻ തോന്നുന്നു. അച്ഛാ കേൾക്കുന്നുണ്ട് അച്ഛാ? അച്ഛാ, എനിക്ക് വേറെ ഒന്നുമില്ല. ഈ 2 ക്ലാസ് മുൻപ് ഉണ്ടായിരുന്ന ക്ലാസ്സിൽ, അച്ഛന്റെ ക്ലാസ്സിൽ തന്നെ അച്ഛൻ ദൈവത്തിന്റെ എപ്പോൾ വരേക്കും നമുക്ക് ദൈവത്തിന്റെ കരുണ ലഭിക്കുന്നുള്ളത് ഇത് പറഞ്ഞില്ലായിരുന്നു അച്ഛാ? അത് കേട്ടപ്പോ മുതൽ എനിക്കൊരു ഭയങ്കര വിഷമം. ദൈവത്തിന്റെ മരിക്കുന്ന ആ നിമിഷം വരെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ കരുണ ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പൂർവികർക്ക് വേണ്ടി, മാതാപിതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട്. അപ്പൊ ആ സമയത്തില് അവർക്ക് കരുണ ലഭിക്കുകയില്ല അച്ഛാ. കേൾക്കും. കർത്താവിന്റെ കരുണ എപ്പോഴും എന്താ പറയാ, മരിക്കുന്ന നിമിഷം വരെയാണ്. മരണശേഷം കർത്താവ് നീതിമാനായ വിധികർത്താവാണ്. ഒരാളുടെ തീരുമാനം എടുക്കാനുള്ള അവസാന നിമിഷം അയാളുടെ മരണത്തിന്റെ സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് തീരുമാനം എടുക്കാനുള്ള സാധ്യതയില്ല,
ഇനി ആളുടെ അവസാന തീരുമാനം എന്തായിരുന്നോ അതാണ് പിന്നീട് നിലനിൽക്കുക. അപ്പൊ അതുകൊണ്ട് ഒരാൾക്ക് കർത്താവ് കരുണ കാണിക്കുന്നത് മരണനിമിഷം വരെ മാത്രമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ കാര്യം എന്താണ്? നമ്മളൊരു കാര്യം ഓർക്കണം, ഈ കർത്താവിന്റെ കരുണ സ്വീകരിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലും ബില്ലിന്റെ ഇച്ഛാശക്തിയുടെ തീരുമാനത്തിലുമാണ് അയാൾ മരിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ആൾക്ക് വേണ്ടി കർത്താവിന്റെ കരുണ യാചിക്കുകയും ആൾക്കത് കിട്ടുകയും ചെയ്യും. എന്നാൽ എനിക്ക് അവിടുത്തെ കരുണ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മരിച്ച ഒരാൾക്ക് നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചിട്ടും അവർക്ക് അത് കിട്ടാനൊന്നും പോകുന്നില്ല. അവർക്കൊരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല എന്നാണ് സത്യം. എന്ന് വെച്ചാൽ എനിക്ക് നരകം മതി എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അത് പരസ്യമായി പ്രഖ്യാപിച്ച് ആ പ്രഖ്യാപനത്തിൽ മരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ വിശ്വാസ ത്യാഗം നടത്തിയിട്ട് ആ അവസ്ഥയിൽ മരിക്കുന്ന ഒരാൾ, നമുക്കൊരിക്കലും ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. നരകത്തിലേക്ക് പോകാൻ സ്വയം തീരുമാനിച്ച ഒരാളിനെ കർത്താവ് അയാളുടെ ഹിതത്തിനാണ് വില കൊടുക്കുക, മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്കല്ല. അപ്പൊ അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറയാം? അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാ? ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ച് ജീവിച്ചു, തങ്ങളുടെ ബലഹീനത കൊണ്ട് വീഴ്ചകളൊക്കെ വന്നു, പാപം ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു, പരിഹാരങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനത്തെ ആളുകളുടെ പരിഹാരം നമുക്ക് പങ്കിട്ടെടുക്കാൻ പറ്റും, അവരോട് കൂട്ടിയേരാൻ പറ്റും. അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളത്. അപ്പൊ അതുകൊണ്ട് നരകത്തിൽ പോകാൻ തീരുമാനം ഉറപ്പിച്ച് നരകത്തിലേക്ക് പോകുന്ന മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇനി അടുത്ത കാര്യം, അങ്ങനെ ആരാ ഉള്ളതെന്ന് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പറയാനും പറ്റില്ല. കാരണം മരിക്കുന്ന നിമിഷത്തിൽ അയാൾക്ക് മിണ്ടാൻ പോലും കഴിയാതിരിക്കെ ആ ആളുടെ ഹൃദയത്തിൽ മാനസാന്തരവും അനുതാപവും ഉണ്ടായിരുന്നെങ്കിൽ ദൈവം അയാളെ എങ്ങനെ കാണുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് നമ്മൾ ശുദ്ധ ഉദ്ദേശത്തിൽ ആ ആൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടാകണം എന്ന പ്രതീക്ഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. യുഗാന്ത്യത്തിൽ കർത്താവ് രണ്ടാമത്തെ ആഗമനത്തിൽ നമുക്കത് വെളിവാകും. നമ്മുടെ പ്രാർത്ഥന പ്രയോജനം ഉണ്ടായോ ഇല്ലയോ എന്ന് നമുക്ക് അന്നേരം അറിയാൻ പറ്റും. ഈശോമിശിഹായിരിക്കട്ടെ അച്ഛാ. അച്ഛാ, ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാനാണ്. നമ്മുടെ ഈ നമ്മുടെ അന്ത്യശുശ്രൂഷ കൊടുക്കുമല്ലോ, അപ്പോ അതില് ഈ വ്യക്തികളുടെ പാപങ്ങള് കഴുകപ്പെടുന്നുണ്ടോ എന്നൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ചില കോൺട്രഡിക്ഷൻസ് ഇന്നലെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ നിയമാവർത്തന പുസ്തകത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ പുതിയ തലമുറയ്ക്ക് നിയമങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ പുരുഷന്മാരെ പ്രജകളെ എല്ലാം കൊല്ലണമെന്ന് പറയുന്നുണ്ട്. അത് പക്ഷെ ജോഷുവയിൽ വരുമ്പോൾ അവർ സ്ത്രീകളെയും പുരുഷരെയും കുട്ടികളെ എല്ലാം കൊല്ലുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻസ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു നന്നായിരിക്കും അച്ഛാ. ഒന്നാമത്തെ കാര്യം, ഈ രോഗിലേപനത്തിനകത്ത് തന്നെ പാപമോചനമുണ്ട്. അപ്പം പാപമോചനം മാത്രമല്ല, വിശുദ്ധ കുർബാനയും രോഗിലേപനത്തിന്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ പാപങ്ങൾ മോചിച്ച് ആ വ്യക്തിയുടെ സ്വർഗയാത്രയ്ക്ക് ആവശ്യമായ ഭക്ഷണം, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നതിനെ വിയാറ്റിക്കും എന്നോ തിരുപ്പാധയം എന്നൊക്കെ വിളിക്കുന്നത്. തിരുപ്പാധയം അതായത് യാത്രാ ഭക്ഷണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം കുമ്പസാരിപ്പിച്ച് വിശുദ്ധ കുർബാനയും കൂടെ കൊടുത്തുകൊണ്ടാണ് രോഗിലേപനം ശുശ്രൂഷ പരികർമ്മം ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ചിലപ്പോൾ രോഗിക്ക് മിണ്ടാൻ മേലായിരിക്കും, മിണ്ടാനെ കഴിയാത്ത സമയത്ത് പോലും അച്ഛൻ കുമ്പസാരിപ്പിക്കും. ആ സമയത്ത് ആ വ്യക്തി ഹൃദയം കൊണ്ട് പാപം ഏറ്റുപറയുന്നെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് പാപമോചനം കിട്ടും. അപ്പം മിണ്ടാൻ മേലാറുന്ന ഒരു വ്യക്തി എനിക്ക് പാപമോചനം വേണ്ട എന്ന് പറഞ്ഞാണ് അയാൾ മിണ്ടാതെ കിടക്കുന്നതെന്ന് വിചാരിച്ചു, അയാൾക്ക് കൊടുക്കുന്ന പാപമോചനം അയാൾക്ക് കിട്ടില്ല. ഇനി അദ്ദേഹം ആ മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലും ഹൃദയം കൊണ്ട് പാപം ഏറ്റു പറയുന്ന അവസ്ഥയിലാണ്, അനുതാപ അവസ്ഥയിലാണ് ആ വ്യക്തിയെങ്കിൽ ആ വ്യക്തിക്ക് കൊടുക്കുന്ന രോഗീലേപനം, അതിനകത്തുള്ള പാപമോചനം അയാൾക്ക് സ്വീകരിക്കാൻ പറ്റും. അതിന്റെ ശിക്ഷകൾ ശുദ്ധീകരണ സ്ഥലത്തിൽ തുറന്ന് സ്വീകരിക്കും. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയോട് വീണ്ടും ഐക്യപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ ഈ രോഗീലേപന കൂദാശ സഹായിക്കും. അതിനുള്ളതാണ് ആ കൂദാശ. രണ്ടാമത്തെ കോൺട്രഡിക്ഷൻസ് ആണ്. ഈ ഒരു കോൺട്രഡിക്ഷന്റെ മാത്രം കാര്യത്തിലല്ല, പൊതുവിൽ പറയാവുന്ന കാര്യം പറയാം, അത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഒന്നാമത്തേത്, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗങ്ങൾ, പഞ്ചഗ്രന്ഥിക്കകത്തൊക്കെയുള്ള ഭാഗങ്ങൾ, അത് 2-3-4 ട്രഡീഷൻസിനെ കൂട്ടിച്ചേർക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ വാചികമായ പല പാരമ്പര്യങ്ങൾ, ഇപ്പം പ്രീസ്ലി, എലോയിസ്റ്റിക്, ഡ്യൂട്രോണമിസ്റ്റിക്, യാവിസ്റ്റിക് എന്നൊക്കെ പറയുന്ന ട്രഡീഷൻസ്, ഫേമസ് ആയിട്ടുള്ള ട്രഡീഷൻസ് ഉണ്ട്. ഈ പാരമ്പര്യങ്ങളിലൊക്കെ ഒരേ സംഭവങ്ങൾ ഈ പാരമ്പര്യങ്ങൾക്കകത്തൊക്കെയാണ്. അപ്പൊ വിശുദ്ധ കർത്താവ് ഈ പാരമ്പര്യങ്ങളെ ഒരുമിച്ച് ചേർക്കും. അതുകൊണ്ടാണ് മനുഷ്യ സൃഷ്ടിയുടെ വിവരണം തന്നെ 2 തരത്തിൽ കിടക്കുന്നത്. 2 തരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ പാരമ്പര്യങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നത് കൊണ്ട് 2 തരത്തിലുള്ള വിവരണങ്ങൾ ഉണ്ടാവാം. ഇനി ഈ കൽപ്പനകൾ 2 കാലഘട്ടങ്ങളിൽ 2 വിധത്തിലായിരുന്നത് ആകാം. ഇനി 2 പ്രദേശങ്ങളിൽ 2 തരത്തിൽ ഇത് ഉപയോഗിക്കപ്പെട്ടിരുന്നു, അങ്ങനെയാവാം. ഇനി ഇസ്രായേലിനിടയ്ക്ക് തന്നെ പല ലീഗൽ സ്കൂളുകൾ ഉണ്ടായിരുന്നു.
നിയമജ്ഞരുടെ പല സംഘങ്ങളുണ്ടായിരുന്നു. അപ്പൊ ചില നിയമജ്ഞർ ഇത് ഇങ്ങനെ വ്യാഖ്യാനിക്കും, ചില നിയമജ്ഞർ അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലങ്ങളിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണാം. പക്ഷെ വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നാലും അതിന്റെ ജനറൽ കണ്ടന്റ് സെയിം ആയിരിക്കും. ഇതെന്തിനാ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, പകരം അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയാൻ വേണ്ടി മാത്രമാണ്. എന്തിനാ നമ്മൾ അങ്ങനെ അറിയുന്നത്? ദൈവം എങ്ങനെയാണ് നിയമം അനുസരിക്കാൻ കഴിയുന്ന ഒരു ജനതയെ വളർത്തിയത് എന്ന് നമുക്ക് പറഞ്ഞു തരിക എന്ന് മാത്രമേ അതിന്റെ ഉദ്ദേശമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കാണുന്ന ബാഹ്യമായ എക്സ്റ്റേണൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, അവയെ കോൺട്രഡിക്ഷൻ എന്ന് കരുതേണ്ട ആവശ്യമില്ല. അത് വ്യത്യാസങ്ങളെ അതേപടി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ. ഹലോ അച്ഛ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഞാൻ അവരെ ഇതുപോലെ കത്തിക്കുക, വന്യമൃഗങ്ങളെ വിട്ട് പീഡിപ്പിക്കുക ഒക്കെ ചെയ്യുമ്പോഴും ഈശോയ്ക്ക് വേണ്ടി അവർ മരിക്കാൻ തയ്യാറായല്ലോ എന്റെയൊക്കെ വിശ്വാസം. അതിന്റെ പകുതി ഇപ്പൊ നമ്മളൊന്ന് ഈശോയ്ക്ക് വേണ്ടി അത്ര ത്യാഗം എടുക്കുക. അപ്പൊ എനിക്ക് കുറെ വിശ്വാസത്തിലോട് ഇച്ചൂടെ ആഴപ്പെടണം. എന്നെ ഈശോയ്ക്ക് വേണ്ടി ഒരാളെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ പീഡിപ്പിച്ചാൽ നമ്മൾ ആ ത്യാഗം എടുക്കൂ. അത് എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത ഒരു ചോദ്യമാണ്. പിന്നെ അച്ഛൻ തുറണം പറഞ്ഞു, ബാഹ്യമായ വിശ്വാസത്തെ മറ്റൊരു ഉണ്ടായിരുന്നു. അതായത് ഇച്ചിരി ധൂപം അങ്ങ് അർപ്പിച്ചാൽ കുഴപ്പമില്ലല്ലോ, ഉള്ളിൽ വിശ്വസിക്കാൻ ഞാന്, പക്ഷെ ഇച്ചിരി ധൂപം അർപ്പിക്കുകയും ചെയ്യാം. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയത് അത് ശരിയായിരുന്നോ, അത് ശരിയാണോ, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നോ എന്ന്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ രക്തസാക്ഷിത്വം. അത് ഏത് തരത്തിലുള്ള രക്തസാക്ഷിത്വമാണോ കർത്താവ് നമുക്ക് തരുന്നത് അത് സ്വീകരിക്കാം. അത് വൈറ്റ് മാർട്ടിഡമായാലും റെഡ് മാർട്ടിഡമായാലും അത് സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ രക്തസാക്ഷിത്വത്തിന്റെ വിശ്വാസമാണ്. രക്തസാക്ഷിത്വം എന്ന് പറയുന്നതിന്റെ അധിഷ്ഠിതമാണ് ശരിക്കും പറഞ്ഞാൽ കത്തോലിക്ക വിശ്വാസം എന്ന് പറഞ്ഞാൽ നിത്യജീവനെ കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിന് ഈ ജീവന് പ്രധാനപ്പെട്ട കാര്യമല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് അഗ്നിയാണിത് വെളിവാക്കുന്നത് പറയും. ശരിക്കും ഒരു മതമർദ്ദനമൊക്കെ വന്നാലാണ് നമുക്ക് എന്തോരം വിശ്വാസം ഉണ്ടെന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവുള്ളൂ. അതുവരെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. ശരിക്കും പീഡനങ്ങൾക്കകത്താണ് സഭയുടെ ഒറിജിനാലിറ്റി കണക്കാക്കുന്നത്. കഴിഞ്ഞ ഇടയ്ക്ക് ജോൺ ബോൾ രണ്ടമ്മമാർ പറഞ്ഞു, നമ്മൾ വീണ്ടും 12 പേരായി ചുരുങ്ങിയാലും വിശ്വാസം നമ്മൾ പിടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പീഡനങ്ങളൊക്കെ എന്തുമാത്രം വന്നാലും കർത്താവിന്റെ സഭ നിലനിൽക്കും. കർത്താവിന്റെ സഭയ്ക്ക് ഒത്തിരി ആൾക്കാരൊന്നും വേണ്ട. ക്ലേശകരമാണ്, ഇടുങ്ങിയ പാതയിലൂടെയാണ് കടന്നു പോകാൻ പറ്റുള്ളൂ, വാതിൽ ഇടുങ്ങിയതാണ് എന്ന് അനേകർ കടക്കാൻ ശ്രമിക്കുമെന്നൊക്കെ ഈശോ പറഞ്ഞത് ഈ കാര്യത്തെക്കുറിച്ചാണ്. അതായത് കർത്താവ് തരുന്ന വിശ്വാസത്തിന്റെ ക്യാരക്ടർ അതാണ്. അതിനെ മാറ്റിവെച്ച് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സഭയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ല എന്നാണ് അതിന്റെ സത്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആളുകളെ ഓർപ്പിക്കുകയും നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത്തേത്, ഇവർ ചെയ്ത് ശരിയായിരുന്നു. അതായത് ഏകദൈവം ഇത് മാത്രമല്ലേ ഉള്ളൂ, നമ്മളെന്തിനു വെറുതെ ഉള്ള ജീവൻ കളയണം, ഇച്ചിരി ധൂപം അർപ്പിച്ചാൽ ഇത്തിരി പുക അങ്ങോട്ട് പോയി നമുക്കിപ്പോൾ തന്നെ പറ്റാന ഹൃദയം കൊണ്ട് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ അന്ന് കുറച്ചുപേര് വിചാരിച്ചു. അത് യുക്തിപരമായി ആലോചിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നിയാലും അതിനകത്ത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? എതിർസാക്ഷ്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. എതിർസാക്ഷ്യം എന്ന് പറഞ്ഞ കാര്യം പൗലോസ്ലീഹ തന്നെ ശക്തമായി അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കാവോ? കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ പ്രശ്നം എന്താണ്? നീ അത് കഴിക്കുന്നത് മറ്റൊരാൾ കണ്ടാൽ അത് അവന് പാപകാരണമായി മാറും. അതിനാണ് ഉതപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നല്ല ക്രൈസ്തവ വിശ്വാസമുള്ള ഒരാൾ പോയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ കാര്യം ഞാൻ പോയി ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്ന് വിചാരിച്ചു, ഇത് ധൂപർപ്പിക്കുന്നത് നിങ്ങൾ കാണുമോ? എനിക്ക് കാര്യമൊക്കെ അറിയാം എന്നാണോ അതിന്റെ മറുപടി? അല്ല. അത് കാണുന്ന അനേകം ആളുകൾക്ക് അവരുടെ വിശ്വാസം ഇളകാൻ അത് ശരി, അപ്പൊ ഈ പറയണേ അച്ഛൻ തന്നെ ഇപ്പൊ ഇത്ര ഉള്ളല്ല, പിന്നെ നമ്മൾ എന്ന് ചിന്തിക്കാം. അപ്പോൾ വിശ്വാസം സാക്ഷ്യപ്പെടുത്താൻ കടപ്പെട്ട നമ്മൾ, വിശ്വാസത്തിന് സാക്ഷികളാകാനും വിശ്വാസത്തിനെ കൊണ്ട് ജീവൻ കൊടുത്ത് രക്തം കൊണ്ട് സാക്ഷിയാവാനും വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്തിന്റെ സാക്ഷ്യ പ്രകടനത്തെ അവഗണിച്ചാൽ അത് കുറ്റം തന്നെയാണ്. അതത്ര ഈസി ആയിട്ട് ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ആയിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. അത് സത്യത്തിൽ ജീവൻ കൊടുത്ത രക്തസാക്ഷികളെ കളിയാക്കലും കൂടിയായി മാറും, അല്ലെ? നമ്മൾ കുറച്ച് ഓവർ സ്മാർട്ട് ആകുന്ന പോലെ എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതുകൊണ്ട് അത്ര ശരിയായ പരിപാടിയല്ല. ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ്. കല്യാണം നടത്തുന്നത് ഈ കാനൻ ലോ നിയമപ്രകാരം എത്രാം തലമുറ വരെ അനുവദനീയമാണ്? ഇനി സഭയിൽ വിവാഹം 7 കരിന്തല വരെ വിവാഹം കഴിക്കാൻ അനുമതിയില്ല. 7 കരിന്തല വരെ. അതിനകത്ത് 3 ശേഷമുള്ളതാണെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ അഭിമന്യ പിതാവിന് സാഹചര്യവും മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിച്ച് അനുമതി കൊടുക്കാൻ വേണമെങ്കിൽ കഴിയും.
അപ്പോഴും ഈ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കും. അതിനകത്താണെങ്കിൽ 1-2 കരിന്തലകളാണെങ്കിൽ ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ അച്ഛാ, സംശയം ഒരാള് ചോദിച്ചത് അതുകൊണ്ടാ. ഓക്കെ, താങ്ക് യു. അച്ഛൻ ഷേഖ് സ്തുതിയായിരിക്കട്ടെ. മൂന്ന് കാര്യം. ഇപ്പൊ ഒരു അവസാനം പറഞ്ഞത് ഒരു സംശയം, അതൊരു പാപമാണോ അച്ഛാ? അങ്ങനെ കല്യാണം കഴിച്ചാല് അത് പാപമായിട്ട് പരിഗണിക്കുമോ? അത് കല്യാണം കഴിച്ചാൽ കല്യാണം അസാധുവായിരിക്കും. അവിവാഹം നിയമസാധു ഇല്ലാത്തതാണ്. അത് അവര് നിയമസാധു ഇല്ലാതെ വിവാഹം കഴിക്കുന്നത് വിവാഹം എന്ന കൂദാശയ്ക്കെതിരായ പാപമാണ്. ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. കാരണം അവർ സഹോദരങ്ങളാണ്, അതാണ് അതിന്റെ കാര്യം. സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹം നിഷിദ്ധമാണ്. ഓക്കെ, അച്ഛൻ പറഞ്ഞ സിനിമ കൊളോസിയം ദ അരീന ഓഫ് റോംസ് അരീന ഓഫ് ഡെത്ത് ആണോ? കൊളോസിയം ദ റോംസ് അരീന ഓഫ് ഡെത്ത് അതല്ല, അത് ഞാൻ ബെൻഹറാണ്. ബെൻഹറാണ് ഞാൻ പറയാൻ വിട്ടുപോയത്. പിന്നെ കൊളോസിയം അരീന ഓഫ് ഡെത്തും ഇതിനെ പറ്റി തന്നെ പറയുന്നത്. അതിന്റെ പേരെന്താ എനിക്കൊന്ന് പറഞ്ഞത്? കൊളോസിയം റോമൻസ് അരീന ഓഫ് ഡെത്ത്. റോമൻസ് അരീന ഓഫ് ഡെത്ത്. റോംസ് അല്ല, റോംസ് അരീന ഓഫ് ഡെത്ത് ആണെന്ന് തോന്നുന്നു. ഓക്കെ, റോംസ് ഓഫ് ഡെത്ത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ഇപ്പൊ നമ്മൾ അപ്പോക്കലിപ്റ്റിക് സ്റ്റൈലിൽ എഴുതിയിരിക്കുന്ന ദാനിയൽ പ്രവാചന പുസ്തകവും മറ്റുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു രാജ്ഞി, ഉത്തമദേശ രാജ്ഞി, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതെല്ലാം ഈ വെളിപാടിന്റെ പശ്ചാത്തലത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണോ കിടക്കുന്ന? രചനാശൈലി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. അത്രേ ഉള്ളൂ. പക്ഷെ അത് ഉത്തരദേശത്തെ രാജ്ഞി വരുന്നു, പിന്നെ അങ്ങനെയൊക്കെ. അതായത് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില സ്ഥലങ്ങളിലേക്ക് ക്രോസ് റെഫർ ചെയ്യപ്പെടും. നമ്മൾ അതിന്റെ ടെക്സ്റ്റുകൾ ഇങ്ങനെ കണ്ടുപോകുമ്പോൾ വെളിപാടിൽ അങ്ങനെ പറയുന്നുണ്ടോ? അതായത് യുഗാന്ത്യത്തെ പറ്റിയും കൂടി പറയുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ അച്ഛൻ അത് പിന്നീട് അത് പറയുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും കാരണം പത്രോസ്ലിയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് മൂലപദാർത്ഥങ്ങൾ എന്ത് ചാമ്പലാകും, അങ്ങനെയൊക്കെ സംഭവം ഉണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫാദർ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഈ ആത്മാവെന്ന് പറയുന്ന ഒന്നുണ്ടോ, അവർക്ക് നമ്മളെ കാണാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളാണ്. അതായത് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ഉത്ഥാനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടേ. ഉത്ഥാനത്തെ കുറിച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞാല്, ആത്മാവ് എന്ന കാര്യം തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് ശരീരവും ആത്മാവും ഉണ്ട്. ഈ മരണശേഷം ആത്മാവും ശരീരവും വേർപിരിയും. ശരീരം ഈ ഭൂമിയിൽ ഉണ്ടാകും, അത് ഭൂമിയിൽ തന്നെ ഉണ്ടാകും. എന്നിട്ട് പിന്നീട് ആത്മാവിന് എന്ത് സംഭവിക്കും? ആത്മാവ് ദൈവത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് യാത്രയാകും. ആ ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാകുന്ന ആലങ്കാരികമായി പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് മാറും. പിന്നെ ഒരിക്കലും ഈ ആത്മാവ് നമ്മളെ കാണാൻ വരികയോ ഇതിലെ അലഞ്ഞു നടക്കുകയോ എന്തെങ്കിലുമൊക്കെ ആഗ്രഹസാധ്യത്തിന് വേണ്ടി വരികയോ ഒന്നും ചെയ്യില്ല. ദൈവത്തോടൊത്തായിരിക്കും. ഒന്നുകിൽ ആത്മാവ് ശുദ്ധീകരണാവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ ആത്മാവ് സ്വർഗത്തിൽ ദൈവത്തോടൊത്തായിരിക്കും, അല്ലെങ്കിൽ ആത്മാവ് നരകാവസ്ഥയിലായിരിക്കും. അതാണ്. ഇനി എന്താ സംഭവിക്കുന്നത്? ഈ ശരീരം യുഗാന്ത്യത്തിൽ എന്ത് സംഭവിക്കും? ശരീരം ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന ശരീരം ഒരു പ്രത്യേക അവസ്ഥയിൽ ഈ ഭൂമിയിൽ തുടരും എന്ന് പറഞ്ഞാൽ അതിന്റെ കോശങ്ങളൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തൊക്കെ പോവും, അഴുകി പോവുകയൊക്കെ ചെയ്യും. പക്ഷെ ആ ശരീരം എന്ന യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കും. എന്നിട്ട് ഈ ശരീരം പുനരുത്ഥാന ദിവസം മഹത്വീകൃത ശരീരമായി രൂപാന്തരപ്പെടും. ഈ മഹത്വീകൃത ശരീരം വീണ്ടും ആത്മാവുമായി സംയോജിക്കും സ്വർഗത്തിൽ. അങ്ങനെ അത് സമ്പൂർണമായ വ്യക്തിയായി സ്വർഗത്തിൽ മിശിഹായോട് കൂടെയായിരിക്കും. അപ്പൊ അതുവരെ ഈ ആത്മാവ് ഒരിക്കലും നമ്മളെ കാണാൻ വരികയോ സ്വപ്നത്തിൽ സന്ദർശിക്കുകയോ ഇതിലെ അലഞ്ഞു നടക്കുകയോ ഒന്നും ചെയ്യില്ല. ആത്മാവ് ഈ ലോകത്തെക്കാൾ ശ്രേഷ്ഠമായ പൂർണ്ണമായ മറ്റൊരു ലോകത്തിലേക്ക് പോകും. നമുക്ക് അതേസമയം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. കർത്താവിന്റെ സന്നിധിയിൽ ആൾക്ക് വേണ്ടി യാചനകളൊക്കെ അർപ്പിക്കുകയൊക്കെ ചെയ്യാം. വിശുദ്ധ കുർബാന നിയോഗങ്ങൾ സമർപ്പിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ വന്നൊരു സംശയമാണ്. അതായത് ഇപ്പൊ ഈ ഒരാൾ നരകത്തിൽ പോവുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവും ഉയർപ്പിക്കപ്പെടുവോ, അതോ സ്വർഗത്തിൽ പോകുന്നവരുടെ ആത്മാവ് മാത്രമേ ഉയർപ്പിക്കപ്പെടുള്ളൂ? അല്ല, അങ്ങനെയല്ലോ, എല്ലാവരും ഉയർപ്പിക്കപ്പെടുമല്ലോ. അതുകൊണ്ടാണല്ലോ ഉയർപ്പിക്കപ്പെട്ട ശേഷം വലതുവശത്തേക്കും ഇടതുവശത്തേക്കും ഒക്കെ നീക്കി നിർത്തും എന്നൊക്കെ പറയുന്നതിനകത്ത് തന്നെ എല്ലാവരും ഉയർപ്പിക്കപ്പെടുന്നു എന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ. അച്ഛൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഇപ്പൊ പറഞ്ഞല്ലോ ആത്മാവ് ഒരിക്കലും ദൈവത്തിന്റെ അടുത്തിരിക്കുന്ന ഭൂമിയിലേക്ക് വരില്ലാകാം. അപ്പൊ നമ്മൾ ഈ വിശുദ്ധർക്കൊക്കെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ പ്രത്യക്ഷപ്പെട്ടതൊക്കെ അല്ലെ? അതെ അതെ, അൽഫോൻസാമയ്ക്ക്, ഫൗസ്റ്റീനാമയ്ക്ക്, അങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഉദ്ധാനത്തിന്റെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അവയൊക്കെ ദൈവം അവർക്ക് കൊടുക്കുന്ന ദർശനങ്ങളാണ്, വിഷൻസ് ആണ്. ഈ വിഷൻ ഏത് തരത്തിലുള്ളതാണെന്നൊക്കെ ഈ സ്വകാര്യ വെളിപാടുകൾ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഒന്ന് കേൾക്കുന്ന നല്ലതാണ്. സ്വകാര്യ വെളിപാടുകൾ
അത് നമ്മുടെ എത്രാമത്തെ എപ്പിസോഡാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്ത് നമ്മൾ സ്വകാര്യ വെളിപാടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് എങ്ങനെയുള്ള ദർശനമാണ് അവർ സ്വീകരിക്കുന്നത്, ആ ദർശനം റിയലാണോ പ്രതീകാത്മകമാണോ എന്ന് തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മൾ അതിനെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് ഈ ചാവറയച്ചന്റെ ദർശനം അൽഫോൻസാമ്മയ്ക്ക് കർത്താവ് കൊടുക്കുന്നതാണ്. കാരണം അൽഫോൻസാമ്മയ്ക്ക് ചാവറയച്ചനോടുണ്ടായിരുന്ന വലിയ സ്നേഹവും ബഹുമാനത്തിന്റെയും ബന്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ ദൈവം അവളോട് സംസാരിക്കുന്നതാണ്. അപ്പം അല്ലാണ്ട് ചാവറയച്ചൻ അവിടെ വന്നിട്ട് ഞാൻ ഒന്ന് പോയിട്ട് അൽഫോൻസാമ്മ ഒന്ന് കണ്ടേച്ചു വരാം എന്ന് പറഞ്ഞ് വരുന്നതല്ല. അവർ സ്വർഗത്തിൽ കർത്താവിനോടത്താണ്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് വിശുദ്ധർ ഒരിക്കലും നമ്മുടെ അടുത്ത് വരുന്നതല്ല, പകരം വിശുദ്ധരുടെ ദർശനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. അത് ചിലപ്പം നമ്മൾ നേരത്തെ സ്വകാര്യ വെളിപാടുകൾ കുറിച്ചൊന്നുകൂടെ കേൾക്കണം. ദൈവം സംസാരിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പം തിന്മയും നമ്മുടെ ഉള്ളിലെ തോന്നലുകളും ഒക്കെ സംസാരിക്കാനുള്ള സാധ്യത വേറെ ഉണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ, അങ്ങയുടെ വാഗ്ദാനമായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധ റൂഹായുടെ ശക്തമായ സാന്നിധ്യവും പ്രചോദനവും ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ ഗ്രന്ഥത്തോട് അതിലൂടെ അങ്ങ് സംസാരിക്കുന്ന ദൈവിക രഹസ്യങ്ങളോട് ആഴമേറിയ ഹൃദയബന്ധം ഞങ്ങളുടെ അവിടുന്ന് സ്ഥാപിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. നല്ല വിശ്വാസവും തിരുസഭാ സ്നേഹവും സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണതയും ദാഹവും ഞങ്ങളുടെ അവിടുന്ന് സമൃദ്ധമായി വർഷിക്കണമേ. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കൂട്ടായ്മയും ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.